നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങം 26, അശ്വതി നക്ഷത്രം, 2025 സെപ്റ്റംബർ 11 വ്യാഴം. ഇന്നത്തെ രാഹുകാലത്തിന്റെ സമയം ഉച്ച കഴിഞ്ഞ് 1:51 മുതൽ 3:21 വരെയാണ്. നമുക്കിനി തലക്കെട്ടുകൾ നോക്കാം. News headlines brought to you by Happy Peanut Butter, a healthy source of protein. ഖത്തറിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഹമാസ് ഭീകരരെ പുറത്താക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം. ഇടപെടലുണ്ടായില്ലെങ്കിൽ നടപടി കടുക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. എറണാകുളത്ത് യുവാവിന് വഴിയരികിൽ ക്രൂരമർദ്ദനം. പരാതിയിൽ 2 വർഷത്തിന് ശേഷവും വകുപ്പുതല അന്വേഷണമോ നടപടിയോ ഇല്ല. കേരള ഭാഗ്യക്കുറയുടെ പേരിൽ വ്യാപക ഓൺലൈൻ തട്ടിപ്പ്. ലക്ഷ്യം തമിഴ്നാട് സ്വദേശികളെ നൽകുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ വിലാസം. ടിക്കറ്റിൽ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പും. ജനം ഇൻവെസ്റ്റിഗേഷൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ മാടായിപ്പാറ തെരഞ്ഞെടുത്തതിൽ ദുരൂഹത. ക്ഷേത്രഭൂമി തെരഞ്ഞെടുത്തതിനു പിന്നിൽ ആസൂത്രിത നീക്കമെന്ന് BJP. ട്രംപിന്റെ അടുത്ത അനുയായി ചാർലി കഹ് വെടിയേറ്റു മരിച്ചു. വെടിയേറ്റത് യുട്ടവാലി സർവകലാശാലയിലെ പൊതുപരിപാടിക്കിടെ. സംഭവത്തിൽ ഒരാൾ പിടിയിലെന്ന് FBI. ഏഷ്യാകപ്പ് 2020-ൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. UAE-യെ പരാജയപ്പെടുത്തിയത് 9 വിക്കറ്റിന്. 58 റൺസ് വിജയലക്ഷ്യം മറികടന്ന് 4.3 ഓവറിൽ. വിശദമായ വാർത്തകൾ നോക്കാം. നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമമാർഗം രാജ്യത്ത് എത്തിച്ചേക്കും. എയർ ഇന്ത്യ, ഇൻഡിഗോ കമ്പനികളോട് പ്രത്യേക സർവീസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചു. നേപ്പാളിൽ താൽക്കാലിക സർക്കാരും ഉടൻ ചുമതലയെടുത്തേക്കും. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നേപ്പാളിൽ പ്രക്ഷോഭം അങ്ങനെ കലാപകലുഷിതമായി വർദ്ധിക്കുന്നതിനിടെയാണ് അവിടെ കുടുങ്ങിപ്പോയ ഭാരതീയരെ കുറിച്ചുള്ള ആശങ്ക ഉയർന്നത്. ഇന്ന് വ്യോമമാർഗം അവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായുള്ള പ്രത്യേക സർവീസ് നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നേപ്പാളിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി വരികയാണ്. ഇടക്കാല സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ടി ഇന്നലെ സൈന്യവും അതേപോലെ തന്നെ ഈ പ്രക്ഷോഭകരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ചില പേരുകൾ അവിടെ ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരു പേരിലേക്ക് എത്തുകയായിരുന്നു. സുശീല കാർക്കി എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. മറ്റു ചില പേരുകൾ നിർദ്ദേശിച്ചപ്പോഴും ആ പേരിനുടമകൾ അവർ സുശീല കാർക്കിയുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. സുശീല കാർക്കിയെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൻ്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ്. കർക്കശക്കാരിയാണ്. നിയമത്തിൽ അണുവിടവിട്ട് ചലിക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സേന സുശീല കാർക്കിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒടുവിൽ സുശീല കാർക്കി എന്ന ഒറ്റ പേരിലേക്ക് ഈ ഒരു തീരുമാനം എത്തുകയായിരുന്നു. ഇന്നിപ്പോൾ സുശീല കാർക്കി നേപ്പാളിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇന്നിപ്പോൾ ചുമതലയെടുക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ ചില മിനിമം പരിപാടികളിൽ ഊന്നിയായിരിക്കും ഈ ഇടക്കാല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെന്നും വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക
പ്രാഥമിക പരിഗണന വീണ്ടും നേപ്പാളിൽ നിയമവാഴ്ച തിരികെ കൊണ്ടുവരുവാൻ എന്നുള്ളതായിരിക്കും. ഇതിലെല്ലാം ഉപരി തന്നെ ഇപ്പോൾ നിലവിൽ ഈ പട്ടാള ഭരണത്തിലുള്ള നേപ്പാൾ അത് കുറച്ചു കാലം കൂടി ഈ സുരക്ഷാ ചുമതല അടക്കമുള്ളവ കാര്യങ്ങൾ അത് സൈന്യത്തിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് വീണ്ടും ഒരുപക്ഷെ അവിടെ കലാപഭൂമിയാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ചുമതല തൽക്കാലം സൈന്യത്തിൻ്റെ പക്കൽ നിന്നും മാറ്റേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ചർച്ചയിലടക്കം ഉരുത്തിരിഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററായി സുശീല കാർക്കി ചുമതല ഏറ്റെടുക്കുമെങ്കിൽ തന്നെയും പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുക സൈന്യം തന്നെയായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം തുറന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും, അതായത് നേപ്പാളിൽ കുടുങ്ങിയ ഏതാണ്ട് 700-ലധികം ഭാരതീയരുണ്ട്. അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടിയാണ് നേപ്പാളിൽ പോയത്. ആ 700-ലധികം ഈ ഭാരതീയരെ തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇൻഡിഗോ, എയർ ഇന്ത്യ കമ്പനികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വെച്ച ആശയം ഈ നേപ്പാളിൽ നിന്നും മടങ്ങിയെത്തുന്ന പാസഞ്ചേഴ്സിൻ്റെ നിന്നും യാത്രക്കാരിൽ നിന്നും അമിത കൂലി ഈടാക്കരുത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇരു കമ്പനികൾക്കും നൽകിക്കഴിഞ്ഞു. ഈ വിമാനത്താവളം തുറന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ അതിർത്തി മേഖലകളിൽ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേപ്പാളിലെ ജയിലിൽ നിന്നും ആയിരക്കണക്കിന് തടവുകാരാണ് പുറത്തേക്ക് എത്തിയത്. ഈ തടവുകാർ പലരും ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം 5 പേരെയാണ് ഈ ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ നിന്നും സശസ്ത്ര സീമാ ബൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ പേർ സമാനമായ രീതിയിൽ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലയിൽ ഉടനീളം തന്നെ ഈ സശസ്ത്ര സീമാബലിൻ്റെയും അതേപോലെ തന്നെ വിവിധ പോലീസ് സേനയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബന്ദോബസ്ത് നടപടികൾ നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയപാതയിലടക്കം ഇതിനോടകം തന്നെ പട്രോളിംഗ് സജീവമാക്കിയിരിക്കുകയാണ്. അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലടക്കം പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് നേപ്പാളിലെ ഇത്തരമൊരു സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും ഈ തടവുകാർ മാത്രമല്ല കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഒരുപക്ഷെ ഭാരതത്തിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രോഹിണി. ശരി നന്ദൻ. നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമമാർഗം രാജ്യത്ത് എത്തിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നേപ്പാളിൽ താൽക്കാലിക സർക്കാരും ഉടൻ ചുമതലയെടുത്തേക്കും. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ പോലീസ് മർദ്ദനത്തിന്റെ തീരാകഥകളാണ് വരുന്നത്. പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ നടപടിയൊന്നും തന്നെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. എറണാകുളത്തെ യുവാവിനെ വഴിയരികിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 2 വർഷത്തിന് ശേഷവും ആരോപണ വിധേയനായ CI പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണമോ നടപടിയോ ഇല്ല. ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ വെറുപ്പാണെന്ന് മർദ്ദനത്തിനിരയായ കാക്കനാട് വാഴക്കാല സ്വദേശി റിനീഷ് KS പറഞ്ഞു. അതേസമയം പോലീസ് അതിക്രമങ്ങൾ വാർത്തയാകുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നേരിട്ട് പോലീസ് ഭീകരത ഓർത്തെടുക്കുകയാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഷിജിൽ. പുച്ഛമാണ് അവരുടെ അടുത്ത്, ഭയമൊന്നുമില്ല. ഇപ്പം ആരെ കണ്ടാലും നമുക്ക് വലിയ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടി. ഇപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, വരുന്നു, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടാവും, കുറ്റബോധം ഉണ്ടാവരുത്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡായി പോവും. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങളാണ്ട ക്രിമിനലുകളെ ഉണ്ടാക്കണേന്നുള്ളത്. ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അയാൾക്ക് അതൊന്നും പ്രശ്നമല്ല, അയാൾ തല്ലി അയാളുടെ വിഷമം അങ്ങോട്ട് തീർക്ക്, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, തുടരെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും വർഷങ്ങൾക്കു ശേഷവും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കാടത്തങ്ങൾ കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരവരുടെ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് ഇപ്പോഴും അത്തരം പ്രവണതകൾ തുടർന്നുകൊണ്ട് പല തലങ്ങളിലും ഇരിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയം തന്നെയല്ലേ? പരാതികൾ ഇങ്ങനെ കുന്നുകൂടുകയാണല്ലോ.
രോഹിണി, ഈ റിനീഷും ഷിജിലും എല്ലാം തന്നെ ഈ പല സ്ഥലങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ അതിക്രൂരമായ പോലീസ് അതിക്രമത്തിന് ഇരയായ, പോലീസ് മർദ്ദനത്തിന് ഇരയായ എത്രയോ ആളുകളുടെ ഒരു പ്രതീകങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ മാത്രമാണ്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ക്രൂര മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട്. പലതും ഭയപ്പെടുത്തി പരാതി പോലും പിന്നീട് നൽകാൻ കഴിയാത്ത വിധത്തിൽ അവരെ വീട്ടിലെത്തിയടക്കം ഭീഷണിപ്പെടുത്തുന്നു. കേസുകളിൽ കൊടുക്കുമെന്ന ഭീഷണിയിലെല്ലാം തന്നെ തുടർ നടപടികളുമായി പോകാത്ത നിരവധി ആളുകളുണ്ട്. എന്നാൽ പോയ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഇവരെ പോലുള്ള റിനീഷിനെയും ഷിജിലിനെയും പോലുള്ള ഇതിൽ നിയമ നടപടികൾക്ക് മുന്നിട്ടിറങ്ങിയ ആളുകളെ സംബന്ധിച്ച് പോലും ഒരു അനുകൂലമായ സമീപനമല്ല ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവരെല്ലാം അനുഭവിച്ച ക്രൂരതകൾ അത് വിവരിച്ച് കേൾക്കുമ്പോൾ തന്നെയാണ് അത് എത്രമാത്രം വലുതായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയെല്ലാം നടക്കുമോ, അല്ലെങ്കിൽ ഒരു CI ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്നെല്ലാം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളാണ് ഈ രണ്ട് പേരും, നമ്മളോട് സംസാരിച്ച രണ്ട് യുവാക്കളും അനുഭവിച്ചിരുന്നത് അവരുടെ ചെറു പ്രായത്തിൽ തന്നെ. കഴിഞ്ഞ വർഷം നടന്നുള്ള 2023 ഒരു സംഭവം നടക്കുന്നത്. അത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ അന്നത്തെ CI ആയിരുന്ന പ്രതാപചന്ദ്രനെതിരെയാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ മൊഴികൾ അന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. എറണാകുളം നോർത്ത് പാലത്തിന്റെ താഴത്ത് ഉച്ച സമയത്ത്, അതായത് ഇക്കാര്യത്തിൽ ഷിജിൽ പറയുന്ന ഒരു കാര്യം, റിനീഷ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അർദ്ധരാത്രി പോലുമല്ല, ഏതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ എന്ന് പോലും പറയാൻ പറ്റില്ല. തിരക്കുള്ള ഒരു സമയത്താണ് അവിടെ വിശ്രമിച്ചത് നോർത്ത് പാലത്തിന്റെ താഴത്ത്. ഈ സമയത്താണ് അവിടെ പ്രതാപചന്ദ്രൻ എന്ന CIയും മറ്റ് പോലീസുകാരും എത്തുന്നത്. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ കാക്കനാട് സ്വദേശിയാണെങ്കിൽ ഇവിടെ വന്ന് എന്തിനു ഇരിക്കണമെന്നെല്ലാം ചോദിച്ചുകൊണ്ട് തുടർച്ചയായി കാലിൽ ലാത്തി കൊണ്ടടിക്കുന്നു. അത് ചോദിച്ചു ചെയ്തപ്പോൾ എന്തിനാണ് മർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ താൻ ഏതെങ്കിലും തരത്തിൽ കേസിൽ ഉൾപ്പെട്ട ആളല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖത്ത് നിരവധി തവണ അടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥനെതിരെ മറ്റു നിരവധി പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് പല കേസുകളിലായി ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത്തരം പോലീസുകാർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഷിജിലുമായി ബന്ധപ്പെട്ടും ABVPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ ആണ് ഇത്തരത്തിൽ ഷിജിലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായ പോലീസ് അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നത്. ഷിജിലും പറയുന്ന ആ അനുഭവങ്ങൾ വിവരിച്ചു കേൾക്കുമ്പോൾ പോലും മനസ്സു പതറിയല്ലാതെ അത് കേൾക്കാൻ കഴിയില്ല. അതിക്രൂരമായി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ മർദ്ദിക്കുന്നു. ജീപ്പിലിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നട്ടെല്ല് ഭാഗത്ത് നിരന്തരമായി അവിടെ ചവിട്ടുന്നു. അതിനുശേഷം തളർന്ന അവസ്ഥയിലാണ് പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. സ്റ്റേഷനിൽ വെച്ചും നിരന്തരമായി മർദ്ദിക്കുന്നു. തുടർന്ന് പാതി അബോധാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെ മാറിപ്പോകുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു. കൂടെയുള്ള ആളുകൾ, ABVPയുടെ തന്നെ അന്നത്തെ ഭാരവാഹികളും മറ്റു പ്രവർത്തകരും എല്ലാം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച്, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഇങ്ങനെയുടെ ആളെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവിടെ കുറച്ച് സമയം നിർത്തിയതിന് ശേഷം, പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിനുശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയത്ത് പോലും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചു, അല്ലെങ്കിൽ നിലത്ത് കിടക്കുന്ന ആളുകളെ പോലും ചവിട്ടിക്കൊണ്ടുപോയി. അത് അറിയാതെയാണ് എന്നാണ് ആ സമയത്തല്ല അബോധാവസ്ഥയിൽ കരുതിയത് എങ്കിൽ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ പൂർണ്ണമായും കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നറിയാതെ മർദ്ദനമേറ്റ് കിടക്കുന്ന ആളുകളെ പോലും വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന ഒരു പോലീസ് സംഘത്തെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്ന കാര്യം ഷിജിലും പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നിയമ പോരാട്ടങ്ങളിൽ തന്നെയായിരുന്നു ABVP മുൻ നേതാവ്, യുവമോർച്ചയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷിജിൽ മുന്നോട്ട് പോയത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണം. അന്നത്തെ CI ആയിരുന്ന സുദർശൻ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഷിജിലിന്റെ പരാതി. ഇക്കാര്യത്തിൽ ഒരു ഭാഗത്തെ പോലീസ് കേസ് നൽകി, കോടതിയിൽ കേസ് നൽകി, അതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഇത്തരം നിയമ നടപടികൾ സങ്കീർണമായി നീണ്ടു പോകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി മാറുന്നത്. പലപ്പോഴും അവർക്ക് നീതി അകലെയാണ്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകുമ്പോൾ മറ്റ് പല ദിവസങ്ങളിലേക്ക് ഈ കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും നീതി കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവസാനം അവരെല്ലാവരും തന്നെ ഈ കേസുകളിൽ നിന്ന് പിന്മാറുകയും ഇത്തരത്തിൽ മർദ്ദകവീരന്മാരായ പോലീസുകാർ നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് പതിവായി കാണുന്ന സംഭവങ്ങൾ. അതെ, ശരി ജിജീഷ്. എന്തായാലും ഈ പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ വസ്തുതയും. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് രൂക്ഷം.
ചില മുതിർന്ന നേതാക്കൾ രാഹുലിനെ കരുവാക്കിയെന്നാണ് ആരോപണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ യുവതി ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണവും ശക്തം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദ വിഷയം ഉടലെടുത്തത് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ചില പോരുകൾ നടക്കുന്നത്. ഇത് ചില ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം പരാതികൾ വന്നത് എന്നുള്ള ഒരു വിമർശനമൊക്കെ രാഹുൽ പക്ഷം ഉയർത്തുന്നതും കണ്ടതാണ്. എന്തായാലും മുതിർന്ന നേതാക്കൾ രാഹുലിനെ കരുവാക്കി ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി ഡി സതീശനെതിരായ സൈബർ ആക്രമണവും ശക്തമായി തന്നെ തുടരുന്നു. എങ്ങനെ വിലയിരുത്താം? രോഹിണി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി, അതായത് KPCC കോൺഗ്രസ് നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാരോപണം വരുന്ന സമയത്ത് തന്നെ രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്നടക്കമുള്ള കാര്യത്തിലടക്കം ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്നു. രാഹുലിനെതിരെ അച്ചടക്ക നടപടിയടക്കം എടുക്കുന്നതിൽ വലിയ രീതിയിലൊരു ഇതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിനുശേഷം ഒടുവിലാണ് ഒരു താൽക്കാലിക നടപടി എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ ആകുന്നത്. അപ്പോഴും രാഹുലിനെ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ്, അതായത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഈ വിവാദം നടക്കുമ്പോഴെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം ആദ്യം ഈ വിഷയം അതിനുശേഷം രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ആരോപണങ്ങളൊന്നും ഒന്നും ഏശാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തനിക്ക് ഇതൊന്നും ബാധകമല്ല എന്ന നിലപാടായിരുന്നു. രണ്ടാമത് പത്രസമ്മേളനം വിളിക്കാൻ അതിൻ്റെ ഒരു പത്രസമ്മേളനം ആരംഭിക്കുന്നത് തൊട്ട് മുമ്പാണ് നേതൃത്വം ഇടപെടുകയും ആ പത്രസമ്മേളനം ക്യാൻസൽ ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നാകെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ തന്നെയുള്ള ആഭ്യന്തര കലഹങ്ങൾ, പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഷാബി പക്ഷം ആരോപിക്കുന്നത് ഇത് രാഹുലിനെ കരുവാക്കുവാനുള്ള നീക്കം ഇതിൽ നടന്നിരുന്നു എന്നാണ്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അത്തരത്തിൽ ചില ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതികളടക്കം അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിംഗ് അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം വന്നതിൻ്റെ കാരണം ഇതാണ്. രാഹുലിനെതിരെ അതൃപ്തിയുള്ളവർ പലരും നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട്, മുതിർന്ന നേതാക്കളടക്കം അങ്ങനെ ഉണ്ട്. അതാണ് ഇതിന് നിലവിലെ ഒരു സാഹചര്യത്തിന് കാരണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റങ്ങളല്ല എന്ന നിലയിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല എന്ന നിലയിലെല്ലാം വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമവും എന്തായാലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ നടത്തുന്നുണ്ട് എന്നതുകൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സൈബർ ഇടങ്ങളിലെല്ലാം തെറ്റുകാരനല്ല വാഴ്ത്തലുകൾ, പോസ്റ്റുകൾ നിരന്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം പിറ്റേ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ തെറ്റുകാരനല്ല എന്ന് മാറ്റുകയും അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇതിലിടപെടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ മുതിർന്നവർ ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവായ ഒരു യുവതി ഈ ചില മുതിർന്ന നേതാക്കൾക്കെതിരെ ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഗൂഢാലോചനകൾ നടന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നു എന്നതടക്കം സൂചിപ്പിച്ചുകൊണ്ട് പരാതി കൂടി നൽകിയിരുന്നു. ഈ പരാതി കൂടിയൊക്കെ ചെന്നെത്തുന്നത് നമുക്ക് ആകെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ്, പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഇത് ഈ രീതിയിലേക്ക് പുറത്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശനാണ്, പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം ഈ കാര്യത്തിലെടുത്തൊരു സ്റ്റാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എടുത്തു എന്നാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടം ടീം അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള സൈബർ ഇടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പോസ്റ്റുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് കോൺഗ്രസിലെ ഒരു അവസ്ഥ. അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതിനെ ഈ ഒരു ആരോപണങ്ങളും ആക്ഷേപങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ നിൽക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ, അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നേതൃത്വത്തിൽ സജീവമല്ലായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പാർട്ടിക്കുള്ളിൽ സജീവമല്ലാത്തിരുന്ന ചില നേതാക്കൾ അവർ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതായത് ദേശീയ നേതൃത്വമായിട്ട് അകന്നു നിന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നടക്കം പിന്നോട്ട് നിന്നവരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ശേഷം സജീവമാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതെ, അത് വ്യക്തമാണ് പ്രശാന്ത്. എന്തായാലും ഈ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനകത്തുള്ള ഉൾപാർട്ടി പോര് സജീവമാകുന്നതോടൊപ്പം തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ ഇറങ്ങിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവരെയും വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ്. യുവനടിയുടെയും മൊഴിയുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നാണ് അന്വേഷിക്കുന്നത്. പരാതിയില്ല എന്ന നടിയുടെ നിലപാട് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുമുണ്ട്. ദിസ്ന ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ദിസ്ന, നിലവിലിപ്പോൾ ഇരകളുടെയൊക്കെ മൊഴി ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും പരാതിയുമായി അല്ലെങ്കിൽ തുടർ നടപടികൾ, നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നുള്ള ഒരു നിയമോപദേശമാണോ ക്രൈംബ്രാഞ്ച് തേടാൻ ഒരുങ്ങുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ കൊച്ചിയിൽ വെച്ച് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് യുവനടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ, അതായത് രാഹുൽ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചാറ്റുകളും ഉൾപ്പെടെ ഈ ക്രൈംബ്രാഞ്ചിന് നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരാതിക്കാരിയാക്കാൻ കഴിയുമോ ഈ മൊഴി നൽകിയ യുവനടിയെ എന്നത് സംബന്ധിച്ചാണ് നിയമോപദേശം ചോദിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരും തന്നെ നേരിട്ട് പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്ന് തന്നെയാണ്. ആ യുവനടിയുടെ നിലപാടും അതുതന്നെയാണ്. അത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് യുവനടി ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അവർ ഹാജരായി. അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും ചാറ്റുകളും ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം സഭാ സമ്മേളനമൊക്കെ തന്നെയും വരാനിരിക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ കേസ് കാണുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് ഇരുട്ടിൽ തപ്പുന്ന ഒരു രീതിയിലേക്ക് ക്രൈംബ്രാഞ്ച് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിയമോപദേശം തേടുമ്പോൾ ഇവർ പരാതിക്കാരിയായി മാറുകയാണെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി പരാതിക്കാരിലേക്ക് എത്തുക എന്ന ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിലവിൽ കടന്നിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ ആശങ്ക ഉയരുന്നു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാത്തതും വെല്ലുവിളിയാണ്. കിണറിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നും പരാതിയുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ പടർന്നു പിടിക്കുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഇത് മാറി നിൽക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ രോഗം വ്യാപിക്കുന്നു എന്നുള്ളതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്താതിരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം നിലവിലിപ്പോൾ അതാത് വീടുകളിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലെ കിണറുകളിലെ വെള്ളത്തിൽ നിന്ന് പോലും ഈ രോഗം പടരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ കുഴയ്ക്കുന്നൊരു കാര്യവും, അല്ലേ? തീർച്ചയായും രോഹിണി, കഴിഞ്ഞ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് 5-ലധികം പേരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, തുടരെ ഇത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരിക്കും അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരിക്കും ഏറ്റവും ഒടുവിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ അമീബിക് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരിടവേള പോലുമില്ല തുടരെ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഗുരുതര സാഹചര്യം തന്നെ ഇവിടെ ഉണ്ട് എന്നതാണ്. പക്ഷെ അപ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രധാനമായും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ പകുതിയിലധികം പേരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്.
എന്നുള്ളതാണ്. ഇതിൽ പലർക്കും വീട്ടിലെ കിണർവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ വീട്ടുകളിലെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പറയുന്നത്. പലരും കൃത്യമായ ഒരു ആശങ്കയിലാണ്. അവർ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ കിണർ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പടരുന്ന സാഹചര്യമുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം മരിച്ച ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള വെറും 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിനും ഈ രോഗം പടർന്നത് വീട്ടിലെ കിണറിൽ നിന്നായിരുന്നു. കിണറിൽ ക്ലോറിനേറ്റ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു പ്രതിരോധ പ്രവർത്തനവും നിലവിൽ ഇല്ല എന്നതാണ്. എന്തായാലും ഈ വീടുകളിലെത്തി ക്ലോറിനേറ്റ് ചെയ്യുന്നതിലേക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായൊരു ഊർജിതമായി ഈ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും കൃത്യമായി കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് ജില്ലയിൽ എത്തിയ സമയത്ത് പറഞ്ഞിരുന്നത് ഹമീബിക് മസ്തിഷ്ക ജ്വരം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ജില്ലയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മരണസംഖ്യ പിടിച്ചുകെട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വലിയ ആർജവത്തോടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് നിരന്തരം ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 5-ലധികം പേരാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് മറ്റൊരു സാഹചര്യമുണ്ട്. നിപ്പയാണെങ്കിലും അതുപോലെ ഹമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിലും പ്രധാനമായിട്ടും കോഴിക്കോട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഈ വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ ഈ രോഗം തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഈ രോഗത്തിന്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കൂടി ഈ രോഗം തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഓരോ വീടുകളിലും എത്തി കൃത്യമായി ഇതിന്റെ മുന്നറിയിപ്പ് നൽകി ജാഗ്രതാ നിർദ്ദേശം നൽകി വീടുകളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനുള്ളൊരു നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇത്രയധികം ആശങ്കയുയർത്തുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ രോഗം മാറി ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 4 വയസ്സുകാരി മരണപ്പെട്ടിരുന്നു. ആ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരങ്ങൾക്കും ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും അസുഖം മാറി ആശുപത്രിയിൽ നിന്ന് വിട്ടു എന്ന ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഈ വിഷയത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകണം. മാത്രമല്ല ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരം മൂക്കിൽ ഈ രോഗാണു മൂക്കിൽ എത്തിയാൽ മാത്രമാണ് ഈ മരണം സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ രോഗാണുവിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നോസ് ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോട്, അതുപോലെ മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടാകുന്നില്ല എന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കനത്ത ജാഗ്രതയാണ്. ഈ ഭയം വേണ്ട, ജാഗ്രത മാത്രമാണ് വേണ്ടത് എന്നതാണ് രോഹിണി. ശരി അനഘ, തുടർച്ചയായി മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോഴും ഈ രോഗം ഇങ്ങനെ പടരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വെറും വീമ്പ് പറച്ചിലുകൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു ആരോഗ്യവകുപ്പായി മാറുകയാണ് എന്നുള്ളതാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്കഴിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ. സ്വകാര്യ ബസ് സർവീസ് വെട്ടിമുറിച്ച കോട്ടയിലേക്ക് മാറ്റും. സ്വകാര്യ ബസ്സുകൾക്ക് ആളെ കയറ്റാനും ഇറക്കാനും കോട്ടവാതിൽ മുതൽ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗം നീക്കിവെക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ എതിർപ്പ് കാരണം മാറ്റിവെച്ച പരിഷ്കാരമാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടപ്പിലാക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനം TV നിരന്തരം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിനിടയിൽ പുതിയ ക്രമീകരണങ്ങൾ നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിലാണ് ഇനി മുതൽ സ്വകാര്യ ബസ്സും KSRTC ബസ്സും ആളുകളെ കയറ്റുന്ന ഇടങ്ങൾ വേർതിരിക്കുന്നത്? രോഹിണി, നമുക്കറിയാം തലസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയൊരു പ്രദേശം കൂടിയാണ് ഈ കിഴക്കേക്കോട്ട എന്ന് പറയുന്നത്. ആ കിഴക്കേക്കോട്ടയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നേരത്തെ നടത്താൻ ശ്രമിച്ചിരുന്നു. ഈ ജനത്തിരക്ക് കുറയ്ക്കുവാനുള്ള അതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ
പല മാർഗ്ഗങ്ങൾ നോക്കിയെങ്കിൽ പോലും അത് നടക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വാഹനങ്ങൾ, സ്വകാര്യ KSRTC വാഹനങ്ങൾ കൂട്ടമായി എത്തുകയും മറ്റ് വാഹനങ്ങൾ കൂടി, മറ്റ് യാത്രക്കാരുടെ വാഹനങ്ങൾ കൂടി കിഴക്കേക്കോട്ടയിലേക്ക് എത്തുകൂടി ചെയ്യുന്നതോടുകൂടി തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയും ട്രാഫിക് ബ്ലോക്കുകളും നീണ്ടനേരം നിൽക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളടക്കം രൂപപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ജനം TV ഈ വിഷയത്തിൽ നിരന്തരം പ്രതികരിച്ചിരുന്നു, വാർത്ത നൽകിയിരുന്നു. എന്തായാലും ഇടപെടലുകൾ ശക്തമായതോടുകൂടി അല്ലെങ്കിൽ വാർത്തകൾ ഫലം കാണുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ചില പരിഷ്കാരങ്ങൾ ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിട്ട് തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണ, അതായത് KSRTCയെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളെയും ഒക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വെട്ടിമുറിച്ച കോട്ട ആ ഭാഗത്തു നിന്ന് സ്വകാര്യ ബസ്സുകൾക്ക് ആളുകളെ എടുക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് കാൽനട മേൽപ്പാലം വരെ ഉള്ള ഭാഗം, ഈ വെട്ടിമുറിച്ച കോട്ട, അവിടേക്കാണ് സ്വകാര്യ ബസ്സുകൾ എത്തുന്നതും നിർത്തുന്നതും അടക്കമുള്ള സ്ഥലങ്ങൾക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗങ്ങളിൽ ആളുകൾക്ക് എത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബസ് ഷെഡുകൾ നിർമ്മിക്കുകയും അവിടെ നിന്ന് ബസ്സിൽ കയറുവാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ KSRTC ബസ്സും ഈ നഗരത്തിൽ തന്നെ കൂട്ടിയിടുന്നത് ഒഴിവാക്കിക്കൊണ്ട് അതത് സമയത്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടുന്ന് ആളെ എടുക്കുന്ന നിലയിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത്, അതായത് കിഴക്കേക്കോട്ട ഭാഗത്ത് തെരുവ് കച്ചവടക്കാരുടെ ഒരു വലിയ കൂട്ടവുമുണ്ട്. അവരെയും ആ ഭാഗത്തു നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു സമഗ്രമായ രീതിയിലൊരു പരിഷ്കാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതിൻ്റെ പൂർണ്ണമായ രീതി എത്തിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചില മാതൃകകൾ പറഞ്ഞുകൊണ്ട് സമഗ്രമായ രീതിയിലൊരു പരിഷ്കാരം നടത്തിക്കൊണ്ടായിരിക്കും ഈ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഈ ഗാന്ധി പാർക്ക് തന്നെ, കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിന് ചുറ്റുമായി തന്നെയാണ് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും അടക്കം പാർക്ക് ചെയ്യുന്നത്. ഇതോടുകൂടി ചാല മാർക്കറ്റിലടക്കം പോയി വരുന്നവർക്കടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ട നിലവിലെ സ്ഥിതി ചെയ്യുന്ന ബസ് ഷെഡിനടക്കം KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുകയും അവിടെ തന്നെ സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഈ വെട്ടിമുറിച്ച കോട്ടയിലേക്ക് മാറ്റുന്ന ഒരു, അതായത് സ്വകാര്യ ബസ്സുകൾക്ക് യാത്ര ചെയ്യാനും ആളുകളെ എടുക്കുവാനൊക്കെ ഉള്ള സൗകര്യം വെട്ടിമുറിച്ച കോട്ട ഭാഗത്തു നിന്നും ഈ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗത്തേക്ക് മാറ്റുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ ഈ ട്രാഫിക് നിയന്ത്രണങ്ങളിൽ ഒരു അയവ് വരുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ എത്ര കണ്ട് ഫലവത്താകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നടപ്പുവശത്തിലേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം കിഴക്കേക്കോട്ടയെ പോലൊരു ഭാഗം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. ഒന്നാമത് പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അടക്കമുള്ളവ ആ സ്ഥലത്താണുള്ളത്. നിരവധി സഞ്ചാരികൾ എത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അത് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളിലെത്തുന്ന ജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളടക്കം സഞ്ചരിക്കുവാനുള്ളൊരു മാർഗം കൂടി നിശ്ചയിച്ചുകൊണ്ടാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു മാറ്റം അതിനുള്ള നടപ്പുവശങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സ്വകാര്യ ബസ്സുകളെയും KSRTC ബസ്സുകളെയും ഒക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ തെരുവ് കച്ചവടക്കാരെ അടക്കം മാറ്റിക്കൊണ്ടൊരു പുതിയ നിയന്ത്രണം, പുതിയൊരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ ഈ ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും ഈ ജനം TV ഈ വിഷയത്തിൽ നിരന്തരം വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയുടെ കൂടിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകി. പോലീസിന്റെ ക്രൂരതകളുടെ കഥകളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ക്രൂരതയുടെ ഇരയാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി വൈഷ്ണവേഷിൻ്റെത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നാരോപിച്ച് നടക്കാവ് CI ജിജീഷ് ക്രൂരമായാണ് യുവമോർച്ച പ്രവർത്തകനായ വൈഷ്ണവേഷിനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. രോഹിണി, പോലീസിന്റെ കാടത്തരങ്ങളുടെ വാർത്ത ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് 2023 അന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ യുവമോർച്ച പ്രവർത്തകനായിരുന്ന വൈഷ്ണവേഷ് കരിങ്കൊടി കാണിക്കാനായി ഈ കോഴിക്കോട് ആ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്താണ് അന്ന് നടക്കാവ് CI ആയിരുന്ന ജിജീഷ് അതിക്രൂരമായി യുവമോർച്ച പ്രവർത്തകനായിട്ടുള്ള വൈഷ്ണവേഷിനെ മർദ്ദിച്ചത്. ആ സമയത്ത് വൈഷ്ണവേഷിന്റെ കഴുത്തിനും തലയ്ക്കും അതുപോലെ ശരീരത്തിൽ മുഴുവൻ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കൃത്യമായി ചികിത്സ നൽകാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട്
മെഡിക്കൽ എടുക്കാനായിട്ടുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിട്ട് പോലും പോലീസിന്റെ ഒരു ക്രൂരതയായിരുന്നു, കൃത്യമായി പറഞ്ഞാൽ പോലീസിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അന്ന് നടന്നിരുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഒരു പിന്തുണ അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് പോലീസിന്റെ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോലീസ് നടപടിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കരുത്തിൽ കൂടിയായിരുന്നു പോലീസ് അന്ന് ഈ രീതിയിൽ യുവമോർച്ച പ്രവർത്തകനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ മർദ്ദനത്തിൽ അന്ന് പരിക്കേറ്റതിന്റെ വേദന 2023 സംഭവം നടക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട രോഗവുമായി നടക്കുകയാണ് വൈഷ്ണവേഷ് എന്ന് പറയുന്ന യുവമോർച്ച പ്രവർത്തകൻ. കൃത്യമായി ഈ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പക്ഷെ പോലീസിൽ നൽകിയ പരാതി വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരടി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ഈ അന്ന് മർദ്ദിച്ച നടക്കാവ് CI ആയിരുന്ന ജിജീഷിനെതിരെ നടപടിയെടുക്കാനോ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്താനും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ്. ഇന്ന് ഈ നിമിഷം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും കൃത്യമായി ഈ പരാതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് ജിജീഷ് പോലീസിൽ പരാതി നൽകിയത്. അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളായിരുന്നു നൽകിയത്. പക്ഷെ അതിൽ പോലും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്തായാലും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കാടത്തങ്ങളുടെ വാർത്ത ദിനം പ്രതി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ശരിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പോലീസ് ക്രൂരതകളുടെ വാർത്തകൾ ദിനം പ്രതി വരുന്നുണ്ട്. ഈ ഇരകളാകപ്പെടുന്നവരൊക്കെ തന്നെ പരാതിയും അതാത് കാലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കൂടി. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും അവരുടെ തൽസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്, അതേ പ്രവണത തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആവർത്തിച്ചുള്ള പോലീസ് പീഡനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഓണനാളുകളിൽ പിടികൂടിയത് കോടികളുടെ ലഹരി വസ്തുക്കൾ. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മാരകമായ രാസലഹരി വസ്തുക്കൾ ഉൾപ്പെടെയാണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത്. ദിസ്ന ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിനായി. ദിസ്ന, മലയാളികൾ ഓണത്തിന് മദ്യം കുടിച്ചു തീർത്തതിന്റെ കണക്കുകൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതിനാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൂടി പിടികൂടുന്നത്, അതും കോടികളുടെ. ഒരുപക്ഷെ ഇതെല്ലാം സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് ഓണനാളുകളിൽ വിൽപ്പന നടത്തുന്നതിനായി തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ഓണം മലയാളികൾ കുടിച്ചു തീർത്തതുപോലെ തന്നെയാണ് ഈ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും പോലീസും എക്സൈസും ചേർന്നാണ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻതോതിൽ ലഹരി എത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഓണത്തോടനുബന്ധിച്ച 4 ദിവസം വ്യാപകമായ പരിശോധനയാണ് വിവിധ ഭാഗങ്ങളിൽ നടന്നത്. ഹോട്ടലുകൾ, DJ പാർട്ടികൾ, റിസോർട്ട് എന്നിവ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധന നടന്നു. ഓഗസ്റ്റ് 4 മുതൽ ഈ മാസം 7 വരെ മാത്രം 242.472 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. അതുപോലെ തന്നെ 93.028 ഗ്രാം MDMA, ഹെറോയിൻ 1259.395 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പരിശോധനകളിലൊക്കെ തന്നെയും 2214 അബ്കാരി കേസുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തത് എന്ന വിവരങ്ങളാണ് എക്സൈസ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 1475 NDPS കേസുകളും 84 വാഹനങ്ങളാണ് ഈ ലഹരി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പിടികൂടിയത് എന്ന കണക്കുകൾ പോലീസും എക്സൈസും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. പ്രധാനമായും കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്തമായ പരിശോധനകൾ നടന്നിരുന്നത്. രോഹിണി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. ട്രംപിന്റെ അടുത്ത അനുയായിയും US ക്യാമ്പസുകളിലെ അറിയപ്പെടുന്ന സംവാദകനുമായ ചാർലി കഹ് വെടിയേറ്റ് മരിച്ചു. പൊതുപരിപാടിക്കിടെയാണ് വെടിയേറ്റത്. ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന രൂപീകരിച്ച് ട്രംപിന് ജനകീയ സ്വാധീനം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടെന്ന് FBI അറിയിച്ചു. യൂട്ട വാലി സർവകലാശാലയിലാണ് ആക്രമണം നടന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ.
ഏതാണ്ട് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായൊരു പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ അനുയായിയും അതുപോലെ തന്നെ ട്രംപിന്റെ ക്യാമ്പസുകളിലെ മുഖവുമായ അല്ലെങ്കിൽ ട്രംപിന്റെ അനുകൂലി എന്ന് പറയാവുന്ന വ്യക്തിയാണ് ഇപ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. യൂട്ടാ വാലി സർവകലാശാലയിലാണ് ഈ ആക്രമണം നടന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു അക്രമി വെടിയുതിർക്കുകയായിരുന്നു. വെടിതീർത്ത ആളെ പോലീസ് കീഴ്പ്പെടുത്തുകയും അത് അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച ആക്രമിയുടെ ലക്ഷ്യം എന്തെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ഇപ്പോഴും പരിശോധനാ വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വെടിയേറ്റ ഉടൻ തന്നെ തൽക്ഷണം അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ചാർലിക്ക് മരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ക്യാമ്പസുകളിലെല്ലാം തന്നെ ശക്തമായ സ്വാധീനമായി മാറിയിരുന്ന ഒരു സംവാദകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വലിയ തോതിൽ ട്രംപിന് പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിലും അല്ലാതെയും ട്രംപിന്റെ വ്യക്തിത്വം സ്ഥാപിക്കുന്നതിനെല്ലാം തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിക്കുന്നതിനെല്ലാം തന്നെ കൃത്യമായ നടപടികൾ നടത്തിയ അല്ലെങ്കിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തിയ ഒരാൾ കൂടിയാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാൻ വൈകിപ്പോയ രീതിയിൽ ഉള്ള ചില പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ ട്രംപിന്റെ അനുശോചനം കൃത്യമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ വ്യക്തിത്വമാണ്, പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു വലിയ വ്യക്തിത്വമാണ് കൊല്ലപ്പെട്ട ചാർലി എന്നും ട്രംപ് തന്റെ അനുശോചന സന്ദേശത്തിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിലും ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കും. രാവിലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രി നവിൻ ചന്ദ്ര രാം ഗുലാമും വാരണാസിയിലെത്തും. രാവിലെ 10:45 ഇരു നേതാക്കളും ഒരുമിച്ച് റോഡ് ഷോയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളും വാരണാസിയിൽ ഒരുക്കിയിട്ടുണ്ട്. മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രത്യേക പരിപാടികളും റോഡ് ഷോയുടെ ഭാഗമാകും. വാരണാസിയിൽ ഇരു പ്രധാനമന്ത്രിമാരും നയതന്ത്ര ചർച്ച നടത്തും. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രിയും കൂടി ചേരുന്നുണ്ട്. എന്തെല്ലാം നയതന്ത്ര ചർച്ചകളാകും ഇരുവരും തമ്മിൽ ഉണ്ടാകുക? ഇവരുടെ റോഡ് ഷോയുടെ ഒരു പ്രസക്തിയും എന്താണ്? രോഹിണി, ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്താവളത്തിലായിരിക്കും ഇരു നേതാക്കളും വാരണാസിയിലെത്തുക. വാരണാസി വിമാനത്താവളത്തിൽ നിന്നും ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേക ഹെലികോപ്റ്ററുകൾ തയ്യാറാണ്. ആ ഹെലികോപ്റ്ററിൽ ഇരു നേതാക്കളും എത്തും. അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കും. ഏതാണ്ട് 10:45 റോഡ് ഷോ ആരംഭിക്കുക. ഈ 10:45 ആരംഭിക്കുന്ന റോഡ് ഷോയിൽ അതിൽ ഏറ്റവും കൂടുതൽ മഹിളാ മോർച്ച പ്രവർത്തകർ അതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. 6 പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 6 പോയിന്റുകളിൽ സ്വീകരണ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ വിളിച്ചോതുന്ന കലാപരിപാടികളും ഇതിന് മിഴിവേകുമെന്നുള്ളതും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മൗറീഷ്യസ് പ്രധാനമന്ത്രി വാരണാസി സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗംഗാ ആരതിയും ഗംഗയുടെ ഘാട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാരണാസിയിൽ ഇരു നേതാക്കളും നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിൽ ബ്ലൂ എക്കോണമി ആയിരിക്കും പ്രധാനം. അതായത് സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതായത് ഇരു രാജ്യങ്ങളുടെയും കൂടുതൽ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചർച്ചകൾ, പരസ്പര പങ്കാളിത്തത്തോടു കൂടിയുള്ള മുന്നോട്ട് പോകുന്ന ഉതകുന്ന രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് ഈ വാരണാസിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വാരണാസിയിൽ നിന്നും അദ്ദേഹം ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത്. ഉത്തരാഖണ്ഡിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തും. അതിനുശേഷം വൈകുന്നേരം ഡെറാഡൂണിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും SDRFിൻ്റെയും NDRFിൻ്റെയും അംഗങ്ങൾ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ചരിത്രപ്രസിദ്ധമായ സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 132ാം വാർഷികം. 1893 സെപ്റ്റംബർ 11 ഭാരതത്തിന്റെ മഹത്തായ ദർശനം ലോകത്തിന്റെ മുൻപിൽ ഉദ്ഘോഷിച്ച പ്രസംഗം നടന്നത്. സ്വാമി വിവേകാനന്ദൻ എന്ന ഹിന്ദു സന്യാസി ലോക മാനവികതയ്ക്ക് പകർന്നു നൽകിയത് വസുധൈവ കുടുംബകം എന്ന ഭാരതത്തിന്റെ മഹത്തായ ദർശനമാണ്. ഈ ദിനം ചരിത്രത്താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ്.
ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 132-ാം വാർഷികം. 1893 സെപ്റ്റംബർ 11-നായിരുന്നു ആ പ്രസംഗം. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പത്തിന്റെ പ്രസക്തി ഉദ്ഘോഷിച്ച പ്രസംഗമായിരുന്നു അത്. ഭാരതത്തിന്റെ ദർശനം ലോകമാനവികതയ്ക്ക് പകർന്നു നൽകിയ ധന്യമുഹൂർത്തമായിരുന്നു അത്. ലോക മനസാക്ഷിയെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സർവമത സമഭാവനയുടെയും സന്ദേശം ഓർമ്മപ്പെടുത്തിയ പ്രസംഗമായിരുന്നു അത്. മതസ്പർദ്ധയും രാഷ്ട്രീയ അസ്ഥിരതയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിന് ഇന്നും പ്രസക്തിയേറെയാണ്. തന്റെ ആത്മീയ തീർത്ഥയാത്രയിലെ ഒരു നാഴികക്കല്ലായിരുന്നു അമേരിക്കയിലെ ഷിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രസംഗവും. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിന്റെ 400-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാർവലൗകിക പ്രദർശനമായ ഷിക്കാഗോ വിശ്വമേളയുടെ ഭാഗമായിരുന്നു സർവമത സമ്മേളനം. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 60-ലധികം മതപ്രഭാഷകർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. 7000-ഓളം വരുന്ന സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗം. എല്ലാ മതങ്ങളും സത്യമാണെന്നുറക്കെ പറഞ്ഞ് സരസ്വതി വന്ദനത്തോടൊപ്പമായിരുന്നു സ്വാമിജി പ്രസംഗം ആരംഭിച്ചത്. സ്വാമി വിവേകാനന്ദൻ എന്ന ഹിന്ദു സന്യാസിയുടെ ആത്മീയ ഔന്നത്യം വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രസംഗം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ എന്ന ചരിത്രപ്രസിദ്ധമായ അഭിസംബോധന. ഇന്ന് ഭാരതം സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഭാരതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് അതിവേഗം വളരുന്ന നമ്മുടെ ഭാരതം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിൽ കുചേലനായി വേഷമിടാനൊരുങ്ങി കലാമണ്ഡലം ഗോപിയാശാൻ. കാലിലുണ്ടായ ചില വിഷമതകൾ കാരണം കഥകളിയിൽ നിന്നും പിന്നോക്കം പോയെങ്കിലും വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് ഗോപിയാശാൻ. ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിൽ കുചേലനായി നിൽക്കാൻ അരങ്ങ് ഒരുങ്ങുന്നതിൽ അതിയായ സന്തോഷമെന്ന് ആശാൻ പറഞ്ഞു. മുകുന്ദനേ സാനന്ദം കണ്ടിടാൻ വിപ്രന്ദനവാരി. ഭീമനായും ബാഹുകനായും നളനായുമെല്ലാം പകർന്നാടി വിസ്മയിപ്പിച്ച നടനേതിഹാസം കലാമണ്ഡലം ഗോപിയാശാൻ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിലേക്ക് എത്തുകയാണ് കുചേലനായിട്ട്. ഏവൂർ കണ്ണനെ കാണുന്നതിനായി ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടായിരുന്നു. ആ കണ്ണന് മുന്നിൽ കുചേലനായി വേഷമിടാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമെന്ന് ഗോപിയാശാൻ പറയുന്നു. കാലുകൾക്ക് അസഹനീയമായ വേദനയെ തുടർന്ന് അരങ്ങിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനമെടുത്തത് ഏറെ ഹൃദയവേദനയോടെയായിരുന്നു. ആ തീരുമാനം ഇപ്പോൾ മാറ്റുകയാണ്. ഏറെ സന്തോഷത്തോടെ ഏവൂർ കണ്ണന്റെ അടുത്തേക്ക് കുചേലനായി വേഷമിടാൻ എത്തുകയാണ് ആശാൻ. ഇത് ഈ കുചേലൻ എന്ന് പറഞ്ഞാൽ ഉടുത്ത് കെട്ടുമില്ല, ഒന്നുമില്ല, ഒരു ബ്രാഹ്മണന്റെ വേഷം മാത്രമേ ഉള്ളൂ. പക്ഷേ യാത്ര ചെയ്യാനുള്ള വിഷമം കാരണം കൊണ്ട് അതധികം കെട്ടുന്നില്ല. പിന്നെ മറ്റൊരു കാരണമുള്ളത് എന്താ വെച്ചാൽ ആൾക്കാർക്ക്, അതായത് ഈ കഥകളി ആസ്വാദകർക്ക് എൻ്റെ മുഖത്ത് തേച്ചിട്ടുള്ള, അതായത് പച്ച വേഷങ്ങൾ കാണാനുള്ള ആഗ്രഹമാണ് കൂടുതലുള്ളത്. ഈ മിനുക്കായിട്ടുള്ള ഈ കുചേലനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ല അല്ല, പക്ഷേ കൂടുതലും അവർക്ക് ആഗ്രഹം അതാണ്. ഇതെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ ഇനി ഇങ്ങനെ സാധിക്കാത്ത കാരണം കൊണ്ട് ഇനി കഥകളി രംഗത്ത് നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ല, വാക്ക് വാസ്തവമാണ്. ഇതാണ് കാരണം എന്നർത്ഥം. നമുക്ക് ഈ കാരണം മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഇതാണ് എൻ്റെ കാരണം. ആ വാർത്ത അത് അദ്ദേഹം കൊടുക്കണം, ഞാനല്ല ആ വാർത്ത കൊടുക്കണമെന്നൊന്നും. നാട്യ കേരളത്തിന്റെ തലപ്പൊക്കം ആകാശം മുട്ടിച്ച പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ
അരങ്ങിലും ജീവിതത്തിലും മലയാളിക്കൊരു നളൻ തന്നെയാണ്. മലയാളികളുടെ നാട്യവിസ്മയം വീണ്ടും വേഷമിടുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് കഥകളി ആസ്വാദകരാണ്. ഈ മാസം 14-ന് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിലാണ് കുചേലവൃത്തം കഥകളി നടക്കുന്നത്. മുംബൈ ഷൺമുഖാനന്ദ സംഗീത സഭയിൽ നിന്നും സംഗീത കലാവിഭൂഷൺ അവാർഡ് ഏതാനും ദിവസം മുമ്പാണ് ഗോപിയാശാനെ തേടിയെത്തിയത്. കഥകളി കലാകാരന്മാർക്ക് ഇതുവരെ കിട്ടാത്ത പുരസ്കാരത്തിന്റെ മധുരത്തിൽ നിന്നാണ് ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിലേക്ക് കുചേലനായി കലാമണ്ഡലം ഗോപിയാശാൻ എത്തുന്നത്. ജനം, തൃശൂർ. കരിമണൽ ഖനനവും പരിസ്ഥിതി സംരക്ഷണവും അടക്കം CPI ഉയർത്തിയ ചർച്ചകളെ സ്പർശിക്കാതെ സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ. വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയും വിവിധ വകുപ്പുകളുടെ പോരായ്മയും കസ്റ്റഡി മർദ്ദനവും കണ്ടില്ലെന്ന് നടിക്കുന്നതായിരുന്നു റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം പ്രതിനിധി ചർച്ചയിൽ ഉയർന്നു വരാനാണ് സാധ്യത. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉന്നയിച്ച പ്രധാന വിമർശനങ്ങളിലൊന്നായിരുന്നു തീരശോഷണത്തിന് കാരണമാകുമെന്ന പഠന റിപ്പോർട്ടിനെ മാനിക്കാതെ വ്യവസായ വകുപ്പ് നടത്തുന്ന കരിമണൽ ഖനനം. CPIയുടെ എതിർപ്പ് മാനിക്കാതെ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തുന്നതായും ഇത് കുട്ടനാടിനടക്കം ഭീഷണി എന്നതുമായിരുന്നു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ആലപ്പുഴയിൽ വെച്ച് തന്നെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതേയില്ല. കയർ മേഖലയോടുള്ള അവഗണനയും വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നതും നിരവധി ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനമായി ഉയർന്നെങ്കിലും ഈ വിഷയത്തെയും റിപ്പോർട്ട് ഗൗരവമായി കണ്ടിട്ടില്ല. ജയിലിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ പോലീസ് സേനയുടെ പ്രവർത്തനത്തിലുള്ള വിമർശനവും റിപ്പോർട്ടിൽ ഒതുങ്ങിയപ്പോൾ ലോക്കപ്പ് മർദ്ദനമടക്കമുള്ള ഗൗരവതരമായ വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPI മത്സരിച്ച മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ചയും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുന്നണിയിൽ CPI നേരിടുന്ന അവഗണനയും ചൂണ്ടിക്കാട്ടാനും റിപ്പോർട്ടിൽ തയ്യാറായിട്ടില്ല. വിവിധ ജില്ലകളിൽ CPIക്കുള്ളിൽ നിലനിൽക്കുന്ന സംഘടനാ വിഷയങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നില്ല സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഓപ്പറേഷൻ ഷൈലോക്കിൽ CPM CITU നേതാവ് പിടിയിൽ. പൊൻകുന്നം ചിറക്കടവ് സ്വദേശി മുകേഷ് മുരളിയാണ് കൊള്ളപ്പലിശ ഇടപാടിൽ പിടിയിലായത്. നിയമവിരുദ്ധമായി കൈവശം വെച്ച ആധാരങ്ങളും മറ്റ് രേഖകളും പിടിച്ചെടുത്തു. RSS പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് മുകേഷ് മുരളി. കൊള്ളപ്പലിശക്കാർക്കെതിരെയുള്ള എറണാകുളം റേഞ്ച് പോലീസ് ചൊവ്വാഴ്ച നടത്തിയ ഓപ്പറേഷൻ ഷൈലോക്കിലാണ് CPM CITU നേതാവ് മുകേഷ് മുരളി പിടിയിലാകുന്നത്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിറക്കടവ് KVMS ജംഗ്ഷനിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ കാറിൽ നിന്നും നിയമവിരുദ്ധമായി കരസ്ഥമാക്കിയ 10 ആധാരങ്ങളും ഒരു ബ്ലാങ്ക് ചെക്കും ഒരു RC ബുക്കും പ്രതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച 4 ചെക്ക് ബുക്കുകളും 4 ബാങ്ക് പാസ്ബുക്കുകളും 2 ഫിനാൻസ് കമ്പനി രസീത് ബുക്കുകളും 4 ചിട്ടി ലഘുലേഖകളും ഒരു വക്കീൽ നോട്ടീസും KSFEയിലെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പും 7 ചിട്ടി രജിസ്റ്ററുകളും പിടിച്ചെടുത്തു. ഇന്നോവ കാറും ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വഞ്ചനാ കുറ്റത്തിനും കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരവും ചിറ്റ്സ് ഫണ്ട് ആക്ട് പ്രകാരവും വിവിധ വകുപ്പുകൾ ചുമത്തി പൊൻകുന്നം പോലീസ് കേസെടുത്തു. 2018 ചിറക്കടവ് തെക്കേത്തു കവലയിൽ RSS താലൂക്ക് ശിക്ഷൻ പ്രമുഖ് കുന്നത്ത് രമേശിന്റെ കാലുവെട്ടിയ കേസിൽ പ്രതിയാണ് മുകേഷ് മുരളി. ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും CITU ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഇയാൾ. ജനം, കോട്ടയം. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കാണാതായ സംഭവത്തിൽ പ്രതിരോധത്തിലായി ദേവസ്വം ബോർഡ്. ഹൈക്കോടതി വിമർശനം ആഗോള അയ്യപ്പ ഭക്തസംഗമത്തിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. പ്രളയബാധിത മേഖലകളിൽ ആശ്വാസമായി പ്രധാനമന്ത്രി. ഉത്തരാഖണ്ഡിലെ ദുരന്ത മേഖലകൾ സന്ദർശിക്കും. വാരണാസിയിലും നരേന്ദ്രമോദി ഇന്ന് സന്ദർശനം നടത്തും. നേപ്പാൾ ശാന്തമാകുന്നു. പ്രതിഷേധത്തിനായവ്. താൽക്കാലിക ഭരണകൂടം ഉടൻ അധികാരമേറ്റെടുക്കാൻ സാധ്യത. ഭാരതീയരെ വ്യോമമാർഗം ഇന്ന് തിരിച്ചെത്തിക്കും. വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം.
ഖത്തറിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഹമാസ് ഭീകരരെ പുറത്താക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം, ഇടപെടലുണ്ടായില്ലെങ്കിൽ നടപടി കടുക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. എറണാകുളത്ത് യുവാവിന് വഴിയരികിൽ ക്രൂരമർദ്ദനം. പരാതിയിൽ 2 വർഷത്തിന് ശേഷവും വകുപ്പ് തല അന്വേഷണമോ നടപടികളോ ഇല്ല. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ വ്യാപക ഓൺലൈൻ തട്ടിപ്പ്. ലക്ഷ്യം തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ച് നൽകുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ വിലാസം. ടിക്കറ്റിൽ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പും. ജനം ഇൻവെസ്റ്റിഗേഷൻ. ഇടക്കാല സർക്കാരിന് ധാരണയായതോടെ നേപ്പാൾ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണം എന്നാണ് ജൻസി പ്രക്ഷോഭകരുടെ ആവശ്യം. അഴിമതിരഹിത ഭരണം ആഗ്രഹിക്കുന്ന ജൻസി തലമുറയുടെ വൻ പിന്തുണയാണ് സുശീല ബലേൻ ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലഭിക്കുന്നത്. ജൻസി തലമുറയ്ക്കിടയിൽ ഉയർന്നു കേൾക്കുന്ന സുശീല കാർക്കി ആരെന്നറിയാം, നോക്കാം. നേപ്പാൾ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ ജൻസി പ്രക്ഷോഭകർ ഉപാധികൾ മുന്നോട്ടു വെച്ചതോടെയാണ് ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സുശീല കാർക്കിയുടെ പേര് ഉയർന്നു വന്നത്. സുശീലയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നതുമായി ബന്ധപ്പെട്ട് ജൻസി പ്രക്ഷോഭകരിൽ ഒരു വിഭാഗം നേപ്പാൾ സൈനിക മേധാവി അശോക് സിഗ്ഡലുമായി ചർച്ച നടത്തിയിരുന്നു. വൻ പിന്തുണയാണ് സുശീല കാർക്കിക്ക് യുവജനതയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. കർഷക കുടുംബത്തിൽ ജനിച്ച സുശീല കാർക്കി അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന വ്യക്തിത്വം. 1972 മഹേന്ദ്ര മൊറാങ് ക്യാമ്പസിൽ നിന്ന് BA-യും 1975 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ MA-യും പൂർത്തിയാക്കി. തുടർന്ന് 1978 ത്രിഭുവൻ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടി. 2016 ജൂലൈ മുതൽ 2017 ജൂൺ വരെ നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. സുശീല ജഡ്ജിയായിരുന്ന കാലത്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മന്ത്രി ജയപ്രകാശ് പ്രസാദ് ഗുപ്ത അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഇതോടെ ഭരണകക്ഷികളായ നേപ്പാളി കോൺഗ്രസിലെയും CPN-ലെയും നിയമനിർമ്മാതാക്കൾ 2017 ഏപ്രിലിൽ സുശീലയ്ക്കെതിരെ പ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം ഫയൽ ചെയ്തു. പിന്നാലെ അവർ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അഴിമതിക്കെതിരെ നിലകൊണ്ടതിലാണ് സുശീലയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നായിരുന്നു അന്ന് സർക്കാരിനെതിരെ ഉയർന്ന വിമർശനം. നിലവിൽ നേപ്പാളിനെ നയിക്കാൻ സുശീല കാർക്കി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജൻസി പ്രക്ഷോഭകർ. ന്യൂസ് ഡെസ്ക് ജനം. ഖത്തറിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പുറത്താക്കിയില്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഖത്തറിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ ഇക്കാര്യം ഏറ്റെടുക്കുമെന്നും നെതന്യാഹു. യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയും ഇന്നലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്നു. So we did exactly what America did when it went after the terrorists, the Al-Qaeda terrorists in Afghanistan, and after they went and killed Osama bin Laden in Pakistan. Now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No, they applauded. They should applaud Israel for standing and up to these same principles and carrying them out. And I say to Qatar and all nations who harbor terrorists, you either expel them or you bring them to justice. Because if you don't, ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായതിലെ ഹൈക്കോടതി വിമർശനം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തിരിച്ചടിയാകും. സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിക്കുന്ന സംഗമത്തെ അയ്യപ്പ ഭക്തർ തന്നെ സംശയത്തോടെ നോക്കുന്നതിനിടെയാണ് ഹൈക്കോടതി വിമർശനം. വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനവും ഈ തിരിച്ചടി മറികടക്കാനെന്നാണ് വിലയിരുത്തൽ. വിനീഷ് ചേരുന്നു. വിനീഷ്, ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താനിരിക്കുന്ന സർക്കാരിന്റെ ചില ചെയ്തികൾ കൂടി വിമർശനാത്മകമാകുകയാണ്.
വരികയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ. അതിലേറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് സെപ്റ്റംബർ 19-20 തീയതികളിൽ തടഞ്ഞത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായി സംസ്ഥാനം കടന്നതും അനുമതി ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതൊക്കെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാരിനെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു വിമർശനത്തിലേക്ക് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അത് നേരത്തെ തന്നെ ഭക്തരും ഹൈന്ദവ സംഘടനകളും പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാരിനെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ കോടതിയുടെയും കൂടി ഒരു സംശയം, അത് എന്തടിസ്ഥാനത്തിലാണ്, ഏത് വിശ്വാസ്യത സർക്കാർ ഊന്നിപ്പിടിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ സർക്കാർ ഈ സ്പോൺസർഷിപ്പുകൾ, ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന സ്പോൺസർഷിപ്പുകളുടെ വ്യക്തത സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോടതി ആരാഞ്ഞിരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ശില്പം, പ്രത്യേകിച്ച് സ്വർണ്ണപാളികൾ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയില്ലാതെ ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരങ്ങൾ ധരിപ്പിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഇവിടെ നിന്ന് അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയതും അതിനെ പുതുക്കി പണിക്കാനുള്ള ശ്രമം നടത്തിയതും എന്ന ചോദ്യമാണ് സർക്കാരിനോട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നത്. എന്തായിരുന്നാലും സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ കോടതിയുടെ ഒരു വിമർശനവും കൂടി രംഗത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്ത സംഗമം നടത്താനിരിക്കെ സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അതിൽ ദുരൂഹതയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം, അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെ ഈ കാര്യത്തിൽ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത് സർക്കാർ നടത്തുന്ന ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന സംഗമത്തിന് പിന്നിൽ നേരത്തെ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശബരിമലയിൽ അതൊരു ശാഠ്യത്തോടു കൂടി കണ്ടു ശബരിമലയിൽ സ്ത്രീ പ്രവേശിപ്പിച്ചുകൊണ്ട് ആചാര ലംഘനത്തിന് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടുമായി വീണ്ടും രംഗത്തെത്തുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന് പ്രധാനമായും ശബരിമല ആചാര സംരക്ഷണവുമായി അല്ലെങ്കിൽ ആചാര സംരക്ഷണ യാത്രകളിൽ പോലും കേസെടുത്ത സർക്കാർ ഇപ്പോൾ അത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിനുള്ളിൽ പിന്നെ ശരി വിനീഷ്, എന്തായാലും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായതിലെ ഹൈക്കോടതി വിമർശനം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പ ഭക്തർ സർക്കാരിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടൻ നാളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. കേസിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ. രോഹിണി, മറ്റൊരു കേസിൽ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയാണ് നാളെ വേടൻ. നേരത്തെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളിലായി 9, 10 തീയതികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഗവേഷക വിദ്യാർത്ഥിയെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശവും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചാണ് നാളെ വേടൻ ഹാജരാകുന്നത്. വിവിധ വകുപ്പുകളിലാണ് കേസ് നിലവിൽ IPC 294B, 384, 354A1, കേരള പോലീസ് ആക്ടിലെ 110A എന്നീ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക
അധാർമിക ചേഷ്ടകൾ കാട്ടി തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു വേടനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗവേഷക വിദ്യാർത്ഥിക്കൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയും വേടനെതിരെ പരാതി നൽകിയിരുന്നു. അങ്ങനെ 2 പരാതികളാണ് ആദ്യം യുവ ഡോക്ടർ നൽകിയ പരാതിക്ക് പിന്നാലെ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത്. അതിൽ ഒന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയായിരുന്നു. ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും പിന്നീട് നടന്നില്ല. കേസെടുക്കുക എന്നൊരു നടപടിക്രമം മാത്രമാണ് അതിലൊരു കേസിലെങ്കിലും ഉണ്ടായത്. തുടർന്ന് വേടനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇതിനിടയിലാണ് കേസ് കൂടുതൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് വേടനെ ഒരിക്കൽ കൂടി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ യുവ ഡോക്ടർ ലൈംഗിക പീഡന പരാതി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടെയും വേടൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് വേടന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെയും അന്വേഷണം മരവിപ്പിക്കുകയും എല്ലാം ചെയ്ത പോലീസ് മറ്റ് 2 പെൺകുട്ടികൾ നൽകിയ പരാതിയിലും യാതൊരു തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം വേടന് ലഭിച്ചിരിക്കുന്നത്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതും. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം. തട്ടിപ്പുകാർ ലക്ഷ്യം വയ്ക്കുന്നത് തമിഴ്നാട് സ്വദേശികളെ. കാണാം ജനം ഇൻവെസ്റ്റിഗേഷൻ. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുകയാണ്. ചിലതൊക്കെ പിടിക്കപ്പെടുന്നു, മറ്റുള്ളവ സജീവമായി തുടരുന്നു. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം. ഫേസ്ബുക്കിൽ കേരള ലോട്ടറി എന്ന പേരിൽ നിരവധി അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകളിലൂടെയും വാട്സാപ്പിലൂടെയും തട്ടിപ്പുകാർ സന്ദേശങ്ങൾ അയക്കും. ലൈവായി നറുക്കെടുക്കുന്നു, ഓൺലൈനായി വേഗം ടിക്കറ്റ് എടുക്കൂ എന്ന രീതിയിലാണ് പ്രചാരണം. ടിക്കറ്റ് വിലയും സമ്മാനത്തുകയും ഒക്കെ പരസ്യങ്ങളിൽ കാണാം. കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ അഡ്രസ്സും. വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ തട്ടിപ്പുകാരുടെ സൈറ്റിലേക്ക്. അവിടെ പേര് വിവരങ്ങൾ കൊടുത്ത് ഓൺലൈനായി പേയ്മെൻറ്റും ചെയ്താൽ ടിക്കറ്റ് എടുക്കാം. അയച്ചു തരുന്ന ലോട്ടറി ടിക്കറ്റിലാവട്ടെ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട്. വ്യാപക പ്രചാരണത്തിലൂടെ നിരവധി ആളുകളാണ് ഈ വലയിൽപ്പെടുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികൾ. സാർ, എൻ്റെ പേര് പ്രേമാണ്, പ്രേംകുമാറാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു വിളംബരം കണ്ടായിരുന്നു. അതിൽ ഓൺലൈൻ ലോട്ടറി വിളംബരമാണ്. അത് ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ വില 49 രൂപ. എൻ്റെ അടുത്ത് പറഞ്ഞു 2 ടിക്കറ്റ് എടുക്കണം. അങ്ങനെയെന്ന് പറഞ്ഞ് 2 ടിക്കറ്റ് ഞാൻ GPay ചെയ്ത് കൊടുത്ത്, ഒരു 98 രൂപ GPay ചെയ്ത് കൊടുത്ത് അവന്മാർ ടിക്കറ്റ് അയച്ചു തന്നു. ടിക്കറ്റ് അയച്ചു തന്ന് ഒരു 2 മണിയാകുമ്പോൾ ഇത് എനിക്ക് പറഞ്ഞു 8 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഓഫീസിലോട്ടൊന്ന് വരുമോയെന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ പോയി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ ഇത് ഫേക്കെന്ന് അറിഞ്ഞു. തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. சார் நீங்கள் இப்போ பேசுறீங்க, சொல்லுங்கள் சார், நான் தான் சார் பேசுகிறேன் சார். ஆஃபீஸில் நீங்கள் எங்கே இருக்கீங்க சரிங்களா? எனக்கு லொக்கேஷன் அனுப்புங்க, வாட்ஸ்அப்பில் கரண்ட் லொக்கேஷன் அனுப்புங்க. கரண்ட் லொக்கேஷன் வாட்ஸ்அப்பில் அனுப்புங்க. எனக்கு இதான் உங்கள் வாட்ஸ்அப் நம்பரு. இருங்க, நான் ஹாய் മെസ്സേജ് பண்ணுறேன். ടിക്കറ്റ് വില തുച്ഛമാണെന്ന് കണ്ട് ഭാഗ്യപരീക്ഷകരായ പലരും വലിയ തുകയ്ക്കാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. സമ്മാനം കിട്ടിയെന്ന് കരുതി തിരുവനന്തപുരത്തേക്ക് എത്തുന്നവരുമുണ്ട്. ഭാഗ്യാന്വേഷികളോടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഓൺലൈൻ ലോട്ടറി എന്നൊരു സംവിധാനം ഔദ്യോഗികമായില്ല. തട്ടിപ്പിൽ വീഴരുത്, കരുതിയിരിക്കുക. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, എങ്ങനെയാണ് കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പിന് ഇരയാകുന്നവർ കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരാണല്ലോ. ഇത് നിയമം മൂലം ഏതു രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
തീർച്ചയായും സൈബർ വിഭാഗം തന്നെയാണ് ഇതിനെ കണ്ടുപിടിക്കേണ്ടത്. അതായത് നിരവധി നമ്പറുകളിൽ നിന്ന് ഈ സന്ദേശങ്ങൾ പ്രചരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇത്തരത്തിൽ കേരള ഭാഗ്യക്കുറിയുടെയൊക്കെ അതായത് സർക്കാർ മുദ്രയും അതോടൊപ്പം ഒപ്പുമടക്കം വെച്ചാണ് ഈ പ്രചാരണം നടക്കുന്നത്. അതിനുശേഷം ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള കുറേയധികം പേർ ഈ ടിക്കറ്റുകൾ നിരന്തരം എടുക്കുന്നവരുണ്ട്. അതായത് സമ്മാന തുക ലഭിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിൽ നിരന്തരമായി ഇങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രചാരണം അതിൽ കുറേയധികം പേർ അങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൽ സർക്കാർ മുദ്രയും അതോടൊപ്പം തന്നെ ഒപ്പുമുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ലോട്ടറി എങ്ങനെയാണോ അതിൻ്റെ രീതിയിൽ ഓൺലൈൻ ലോട്ടറി എന്നുള്ള സംവിധാനം അത് ഏതൊരു സാധാരണക്കാരനും വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഈ പ്രചാരണം നടക്കുന്നത്. ഇതിൽ കയറിയ ശേഷം അതായത് ഇവർ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ കയറിയ ശേഷം തൻ്റെ പേര് വിവരങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ച സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് വരെ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ലോട്ടറി ടിക്കറ്റ് അവർക്ക് ലഭിക്കുക. ഈ ലോട്ടറി ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം. അതായത് ഇവരെയൊക്കെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു നമ്പറിന് 8 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയോ ഒക്കെ സമ്മാനത്തുക അടിച്ചു എന്ന് പറഞ്ഞ് അവരത് പ്രചരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് പാളയത്തെ വികാസ് ഭവനിലാണ് തങ്ങളുടെ ഓഫീസ്, അവിടെ നേരിട്ട് വരൂ എന്നുള്ളതാണ് ഇവർക്ക് നൽകുന്ന ആ ഒരു നിർദ്ദേശം. ഇതനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് തിരുവനന്തപുരത്തെത്തി നിരാശരായി മടങ്ങുന്നത്. കാരണം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ ലോട്ടറി സംബന്ധമായിട്ടുള്ള ഈ ഓഫീസുകളൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ഇവർ അന്വേഷിച്ചു വന്ന ഈ ലോട്ടറിയുമായി എത്തുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും നിരന്തരമായി ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ തട്ടിപ്പ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി അത് ഈ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം പോലീസിന് ഈ സൈബർ തട്ടിപ്പുകാരെ കണ്ടെത്തുവാനുള്ള സംവിധാനം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നിരവധിയായി ഇവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇവർ വിളിക്കുന്നുണ്ട്, ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്, ഫോണിലൂടെ കൃത്യമായി വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്പർ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് എന്നതിനെ പറ്റി പോലീസ് കൃത്യമായും സൈബർ വിങ് അന്വേഷിക്കേണ്ടതാണ്. കാരണം നിരന്തരമായി അതായത് ടിക്കറ്റിന്റെ വില ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി കൂടുതൽ ടിക്കറ്റുകൾ വലിയ തുകയ്ക്ക് കൂടുതൽ പേർ എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു തട്ടിപ്പ് ഇത് കേരള ഭാഗ്യക്കുറിയുടെ പേരിലാണ് ഈ ഒരു വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ അത് സൈബർ വിങ്ങിന് കഴിയാത്തതാണോ എന്നുള്ള സംശയമാണ്. കാരണം നിരന്തരമായി ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പിടിക്കപ്പെടുന്നവ കുറച്ചാണ്, ബാക്കി മറ്റുള്ളവയൊക്കെ സജീവമായി തുടരുന്നു. ഇതിൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും. കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി എടുക്കുവാനുള്ള സംവിധാനമില്ല. ഇത്തരത്തിലുള്ള ഭാഗ്യാന്വേഷികൾ ആശ്രയിക്കുന്നത് കേരളത്തെയൊക്കെയാണ്. നേരത്തെ തന്നെ ഈ വാളയാറിലൊക്കെ നമുക്ക് പോയാൽ കാണാൻ കഴിയും. അവിടെയൊക്കെ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നത് കൂടുതലാണ്. കാരണം ഈ തമിഴ്നാട് അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേരാണ് ഈ ലോട്ടറി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ലോട്ടറി സംവിധാനം സത്യമാണെന്നാണ് തമിഴ്നാട്ടിലുള്ളവരൊക്കെ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ നിരന്തരമായി ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട്, ഈ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. ഈ സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഫീസ് തേടിയെത്തി മടങ്ങുന്നവരുമുണ്ട്. ഇവരെയൊക്കെ അതായത് ഈ തട്ടിപ്പുകാരെ ഫോൺ വിളിക്കുമ്പോൾ അവർ ഈ ലൊക്കേഷൻ അയക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഒഴിവായി പോവുകയാണ്. ഇത്തരത്തിൽ നിരന്തരമായി ഓൺലൈൻ തട്ടിപ്പിലൂടെ വലിയ തുക തന്നെയാണ് ഇവർ കണ്ടെത്തുന്നത്. അതിന് സർക്കാരിൻ്റെ മുദ്രയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങളും അടക്കം അതായത് ഈ ലോട്ടറി സംബന്ധമായിട്ടുള്ള പരസ്യങ്ങളടക്കം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി തുടരുന്നു എന്നുള്ളതാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIO പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹത. രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ നിരവധി സ്ഥലങ്ങളുണ്ടായിട്ടും ക്ഷേത്രഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിലാണ് ദുരൂഹത. ഇത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന വിമർശനവുമായി BJP രംഗത്തെത്തുകയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗം പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ നിരവധി സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി നടത്താൻ ക്ഷേത്രഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നിലുള്ള ഒരു ചേതോവികാരം ഇവർ എന്താണ് കാണിക്കുന്നത്?
രോഹിണി, നമുക്കറിയാം ഈ പലസ്തീൻ വിഷയം തുടങ്ങിയ സമയം തൊട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ CPM-ഉം മറ്റ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മറ്റ് സംഘടനകളും പലയിടത്തും ഈ പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2 ദിവസം മുമ്പ് പയ്യാമ്പലം ബീച്ചിൽ പോലും സമാനമായ പരിപാടി ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും BJP-യോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളോ ഒന്നും തന്നെ തടയാനോ ചോദ്യം ചെയ്യാനോ പ്രതിഷേധിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇത് സ്വാഭാവികമായും തിരുവോണ ദിവസം ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഈ പ്രതിഷേധ പരിപാടി, അത് ജിഹാദ് എന്ന് പറഞ്ഞ പോസ്റ്ററും പിടിച്ചാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. സ്വാഭാവികമായും ജില്ലയിൽ ഈ പ്രതിഷേധ പരിപാടികൾ നടത്താൻ വിവിധ ഇടങ്ങളുണ്ട്. ഈ മാടായിപ്പാറയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് പഴയങ്ങാടി ടൗൺ ഉള്ളത്. ആ ടൗണിൽ പ്രതിഷേധ പരിപാടികൾ നടക്കാറുണ്ട്, പല പരിപാടികളും നടക്കാറുണ്ട്. അപ്പോൾ അത്ര വിവിധ സ്ഥലങ്ങൾ ജില്ലയിലും ഈ മാടായിപ്പാറയ്ക്ക് സമീപത്ത് തന്നെ ടൗൺ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഈ സ്കൂൾ അല്ലെങ്കിൽ ഈ മാടായിപ്പാറ തന്നെ തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം അത് തന്നെയാണ് ഒരു ദുരൂഹത ഉണ്ടാക്കുന്നത്. കാരണം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്കൂളിൽ നിന്ന് അവരുടെ ബസ് എടുത്ത് ഈ പെൺകുട്ടികളെയും കൊണ്ട് മാടായിപ്പാറയിൽ വന്ന് അവിടെ ഈ പ്രതിഷേധ പരിപാടി നടത്തുക. അപ്പോൾ അതത്ര നിഷ്കളങ്കമല്ല എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാരണം ഇതിന് പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ട്. മാടായിപ്പാറയുടെ പവിത്രത തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയെന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് BJP നേതൃത്വവും ഈ ഒരു സംഭവത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. കാരണം അതിനെ തിരുവോണ ദിവസം തന്നെ തെരഞ്ഞെടുത്തതും അതിന് പിന്നിലും ദുരൂഹതയുണ്ട് എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാരണം നമുക്കറിയാം പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം, ബോധപൂർവമായ ശ്രമം ചില കോണുകളിൽ നിന്ന് ഉയരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ മാടായിപ്പാറയെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഒരു അന്തസ്സത്തെ കളങ്കപ്പെടുത്തുക എന്നൊരു നീക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില ജമാഅത്തെ ഇസ്ലാമി ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചതുപോലും ഇത് ദേവസ്വം ഭൂമി അല്ല എന്നുള്ള തരത്തിൽ ഒരു പ്രചരണമാണ് നടത്തിയത്. അപ്പോൾ അതിന് പിന്നിലൊക്കെ ബോധപൂർവമായ ശ്രമമുണ്ട്. ഈ ഒരു പൊതുസ്ഥലമാണ് ഈ മാടായിപ്പാറ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ പവിത്രത ഇല്ലാതാക്കാനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമാണെന്ന വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിന് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആറ്റിപ്ര സോണൽ ഓഫീസിന് പിറകിലുള്ള മാലിന്യ സംഭരണശാലയിൽ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന നിഗമനം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇപ്പോൾ നിലവിലെ സാഹചര്യം? രോഹിണി, നിലവിൽ തീ അണച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിപ്പറ സോണൽ ഓഫീസിന് മുന്നിലെ തൊട്ടടുത്തുള്ള മാലിന്യ സംഭരണശാലയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് ഒരു വർഷത്തോളം കാലമായി ഇവിടെ ഇത്തരത്തിൽ ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. അത് സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ഉള്ള യാതൊരു നടപടിയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരനായ ഒരു പ്രതിനിധി ചെയ്യുന്നു. നിങ്ങൾ പറയുന്നത് ഒരു വർഷക്കാലമായി ഈ മാലിന്യം ഇവിടെ കിടക്കുന്നു, യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. തീർച്ചയാണ്. കാര്യം ഇതിനൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ വെക്കുന്നു, ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ വാഹനങ്ങൾ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ വെളുപ്പംകാലത്താണ് ഈ നാട്ടുകാരെ ടെക്നോ പാർക്കിലുള്ള 3:55 ആൾക്കാർ കണ്ടിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഇത് കത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കറിയാൻ പറ്റുന്ന ഇതിൻ്റെ ബാക്കിൽ കുറേ തടികൾ, ഒരു കാര്യമില്ലാതെ കുറേ വിറക് കഷ്ണങ്ങൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിലുമാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇതൊരു വൻ ദുരന്തമാണ് നടന്നേക്കുന്നത്. ഇത് തികച്ചും ഈ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ്. ഇതിനകത്ത് ചോദിക്കാനും പറയാനും ആളില്ല. മെയിനായിട്ട് പറയാൻ ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നു. ഒരു സെക്യൂരിറ്റി ഇല്ല, എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത്തരം നിലപാടിലാണ് പോകുന്നത്. നാട്ടുകാർ കണ്ട് സമയോചിതമായി ഏകദേശം 6-7 ഫയർഫോഴ്സ് വണ്ടി വന്നാണ് തീ അണയ്ക്കാൻ പറ്റത്. മണിക്കൂറുകളോളം അവർ വന്ന് പ്രയത്നിച്ചിട്ടാണ് ഈ തീ അണഞ്ഞത്. അല്ലെങ്കിൽ നാട്ടിലൊരു വലിയ ദുരന്തം തന്നെ ഉണ്ടായനെ. തൊട്ട് താഴെ ഫിഷ് മാർക്കറ്റാണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഇത് മാർക്കറ്റാണ്, ഫിഷ് മാർക്കറ്റാണിത്. വർഷങ്ങളോളമുള്ളൊരു ഫിഷ് മാർക്കറ്റാണ്. എന്തായിരുന്നാലും വെളുപ്പംകാലം ആയതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ രക്ഷപ്പെട്ടതും. ചന്തയുടെ സ്ഥലമില്ല, ഒരു ദിവസം തന്നെ 6-7 പേരൊക്കെയാണ് ഈ ചന്തയിൽ വരുന്നത്. അപ്പോൾ അത്രയ്ക്കും വേസ്റ്റ് കൂട്ടിയിട്ട് ഇവിടെ ഇതാക്കി വേസ്റ്റ് മാർക്കറ്റാക്കി മാറ്റി.
തീർച്ചയായും രോഹിണി, ഇവർ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ കോർപ്പറേഷൻ ശേഖരിക്കുന്ന ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിന് അടിയിൽ ഫിഷ് മാർക്കറ്റാണ് വരുന്നത്. രാത്രികാലങ്ങളിൽ അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായതുകൊണ്ടോ വലിയ രീതിയിലുള്ളൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, പൂർണ്ണമായും ആ കെട്ടിടം കത്തി നശിച്ചിട്ടുള്ളതായി കാണാം. കൂടുതലായും അതിൽ പ്ലാസ്റ്റിക് മാലിന്യമാണുള്ളത്. അപ്പോൾ വലിയ രീതിയിൽ തീ പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോഴാണ് ഈ കോർപ്പറേഷൻ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധവും ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വർഷക്കാലമായി ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് തീ പടർന്നത് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും 7 യൂണിറ്റിലധികം ഫയർ ഇവിടെ എത്തി എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം തീ അണച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും പുക ഉയരുന്നത് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. എന്തായാലും വലിയ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്തു നിന്ന് ഉൾപ്പെടെ 7-ലധികം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹരിതകർമ്മ സേനയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ്. ഈ മാലിന്യം ഇനിയും ഇവിടെ കൂട്ടിവെച്ചാൽ വലിയൊരു രീതിയിലുള്ള അപകടം ഉണ്ടാവും എന്നത് തന്നെയാണ് രോഹിണി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ വിവാദ പ്രസ്താവന നടത്തിയ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ പിന്തുണച്ച റാലി കോഴിക്കോട് മടവൂരിലാണ് പ്രകടനം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രകടനം. നദ്വിക്കെതിരെ CPM നടത്തിയ റാലിയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. ബഹുഭാര്യത്വം സംബന്ധിച്ച നദ്വിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ വിവാദ പ്രസ്താവന നടത്തിയ ബഹാവുദ്ദീൻ നദ്വിയെ പിന്തുണച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എപ്പോഴാണ് ഈ പ്രകടനം? ഈ ഒരു നിലപാടിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? അനഘ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, സമസ്ത EK വിഭാഗം നേതാവായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വിയാണ് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയത്. ആ പരാമർശം ഇങ്ങനെയായിരുന്നു: ഈ ബഹുഭാരിത്വത്തെ എതിർക്കുന്ന എല്ലാവർക്കും തന്നെ വൈഫ് ഇൻചാർജുമാർ ഉണ്ടാകും എന്നാണ് ബഹാവുദ്ദീൻ നദ്വി അന്ന് കോഴിക്കോട് മടവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബഹാവുദ്ദീൻ നദ്വി. ഈ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത്. ഈ പരാമർശത്തെ തുടർന്ന് ഈ കോഴിക്കോട് മടവൂരിൽ CPM ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നലെ മടവൂരിൽ ഈ യൂത്ത് ലീഗ് അതുപോലെ ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം, ഈ CPM നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതായത് മത നേതാക്കൾ ഇത്തരത്തിൽ ഈ രീതിയിൽ സംസാരിക്കുക തന്നെ ചെയ്യും, അവരുടെ വായടയ്ക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടായിരുന്നു ആ പ്രതിഷേധ പ്രകടനം ഇന്നലെ ലീഗിന്റെ നേതൃത്വത്തിൽ മടവൂർ ടൗണിൽ നടന്നിരിക്കുന്നത് എന്നതാണ്. അത് അവരെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മത നേതാക്കൾ ഈ കാര്യത്തിൽ ഈ രീതിയിൽ തന്നെ പ്രസംഗിക്കും, അതിൽ ആരും തലയിടാൻ വരണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് CPMന് ഈ അതേപോലെ ലീഗ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. മാത്രമല്ല, ഈ ബഹാവുദ്ദീൻ നദ്വി ഈ രീതിയിലുള്ള പരാമർശം നടത്തിയതിനെതിരെ സമസ്ത നേതാക്കളിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട്. സമസ്തയുടെ പ്രഖ്യാപിത നിലപാടല്ല ഇത് ഇന്നലെ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥയിലെ മറ്റ് നേതാക്കൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. ആ സമയത്താണ് ഈ യൂത്ത് ലീഗ് അതുപോലെ തന്നെ ലീഗിന്റെ നേതൃത്വത്തിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ ഈ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി തന്നെ തെരുവിൽ ആളുകൾ ഇറങ്ങി ഇത്തരത്തിൽ മത നേതാക്കൾ പരാമർശം നടത്തും, അതിനെതിരെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ നിങ്ങൾ ആളല്ല എന്ന് CPMന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് എന്നതാണ്. എല്ലാ കാലത്തും CPMും സമസ്തയും ഒക്കെ തന്നെ ഒക്കച്ചങ്ങായിമാരായിരുന്നു. പക്ഷേ ഈ ഒരിടയ്ക്ക് ഈ സ്കൂൾ സമയമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടിനെ തുടർന്ന് സമസ്തയും സർക്കാരും തമ്മിൽ
തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട്. എല്ലാ കാലത്തും സമസ്ത ഏത് നിലപാടെടുത്താലും ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും CPM അതിനെ വായടക്കി അത് അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്ന സാഹചര്യം ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ പരാമർശത്തിനെതിരെ രാഷ്ട്രീയ നേതാക്കളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ബഹുഭാര്യത്വത്തെ അംഗീകരിക്കണം അല്ലെങ്കിൽ അത് അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശം കൂടിയായിരുന്നു ബഹാവുദ്ദീൻ നദ്വി നടത്തിയത്. ഈ പരാമർശത്തെ പരസ്യമായി തള്ളിപ്പറയുന്നതിന് പകരം ഈ ലീഗ് അത് ഏറ്റെടുക്കുകയും മതനേതാക്കൾ ഈ പരാമർശം നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു എന്നതാണ്. ഒരു നവോത്ഥാന സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ലീഗ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തായാലും ബഹാവുദ്ദീൻ നദ്വിയുടെ ഈ പരാമർശത്തെ സമസ്തയിലെ മറ്റ് നേതാക്കൾ, സമസ്ത EK വിഭാഗം നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി, പക്ഷെ സമസ്തയിലെ മറ്റ് നേതാക്കൾ അടക്കം ഇതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴാണ് ഈ ലീഗ് ഈ ഇത്തരത്തിലുള്ള പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നതാണ് രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പുറത്താക്കിയില്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഖത്തറിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ ഇക്കാര്യം ഏറ്റെടുക്കുമെന്നും നെതന്യാഹു. യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയും ഇന്നലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്നു. So we did exactly what America did when it went after the terrorists, the Al-Qaeda terrorists in Afghanistan, and after they went and killed Osama bin Laden in Pakistan. Now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No. They applauded. They should applaud Israel for standing up to these same principles and carrying them out. And I say to Qatar and all nations who harbor terrorists, you either expel them or you bring them to justice. Because if you don't... ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോട് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവസാനത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്. നിങ്ങൾ ഒന്നുകിൽ അവരെ, അതായത് ഖത്തറിനോടാണ് പറയുന്നത്, ഒന്നുകിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണം, അതായത് ഡീപ്പോർട്ട് ചെയ്യണം, നാട് കടത്തണം എന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇത് രണ്ടിനും തയ്യാറായില്ലെങ്കിൽ അത് തങ്ങൾ ഏറ്റെടുക്കുമെന്ന കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. ഇന്ന് ഏറെ വാർത്താ പ്രാധാന്യത്തോടെ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയവും കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത്, നേരത്തെ നമുക്കറിയാവുന്നതാണ് ഒസാമ ബിൻ ലാദന്റെ ആക്രമണം നടന്നത്. ഒസാമ ബിൻ ലാദൻ നടത്തിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുകയും സ്വാഭാവികമായും അത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ സൈനിക നടപടി സ്വീകരിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ഒസാമ ബിൻ ലാദനെ പിടികൂടി കൊലപ്പെടുത്തുകയും ചെയ്ത അതേ ഉത്തരവാദിത്വം തന്നെയാണ് ഭീകരർക്കെതിരെ ഇസ്രയേലും നടത്തുന്നത്. ഇസ്രയേലിനെ വിമർശിക്കുന്നവർ അക്കാര്യം തിരിച്ചറിഞ്ഞ് ഇസ്രയേലിന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കണമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും രാഷ്ട്രം ഹമാസിനെ ഒരു ആശ്രയമായി മാറാനോ അല്ലെങ്കിൽ അവരുടെ ഒളിത്താവളമായി മാറാനോ ഉള്ള പിന്തുണ നൽകുകയാണെങ്കിൽ അവരോട് നടപടികൾ ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് കണ്ടത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർ ഒളിത്താവളങ്ങളായി നിലനിന്നിരുന്ന ഖത്തറിലെ പ്രദേശത്ത് ദോഹയിൽ ശക്തമായ ആക്രമണം നടത്തുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. അത്തരം നടപടികൾ ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 131 വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അതിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സ്വാമിജി ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. ലോകത്തിൽ വളരെ വ്യാപകമായി സംഘർഷങ്ങൾ ശക്തിപ്പെടുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്.
ദീർഘകാലമായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. അതുപോലെ നമ്മളെല്ലാം വിസ്മയിപ്പിക്കുന്ന തരത്തിൽ, നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ദീർഘകാലമായി നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് നേപ്പാളിൽ യുവാക്കളുടെ കലാപം സംഭവിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം നമുക്കറിയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ മഹാഗുരുക്കന്മാർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നും അത് ഉൾക്കൊള്ളുവാൻ വിസമ്മതിക്കുന്നു എന്നതുമാണ്. 1893 ചിക്കാഗോയിൽ സർവമത സമ്മേളനം ചേർന്നത് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400-ാം വർഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു വലിയ എക്സിബിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. നമുക്കറിയാം, കൊളംബസ് അമേരിക്കയിൽ എത്തിയതോടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. കൊളംബസ് അവിടെ എത്തുന്ന കാലത്ത് ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് സമാനമായ സംസ്കൃതി ഉള്ള ഒരു ജനത അവിടെ ജീവിച്ചിരുന്നു. അവർ എല്ലാ തരത്തിലും ഉയർന്ന നിലവാരം പുലർത്തിയവരായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന ആ ജനതയും അവരുടെ പൂർവികരും ഇങ്ക, മായ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ നാഗരികതയുടെ ഉടമകളായിരുന്നു അവർ. വളരെ സമ്പന്നരായിരുന്നു, സാംസ്കാരികമായി ഉയർന്ന നിലവാരം ഉള്ളവരായിരുന്നു. അവരെ സമ്പൂർണമായി ശാരീരിക ശക്തിയിലൂടെ, ആയുധശക്തിയിലൂടെ കീഴടക്കി അവരെ ഇന്ന് കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചവസ്തുക്കളെ പോലെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇല്ലാതായ ചരിത്രം നമുക്കറിയാം. ഇത് 500 വർഷം മുമ്പ് ലോകത്തിൽ നടന്നൊരു സംഭവമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിൽ ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം, അങ്ങനെയുള്ളൊരു പശ്ചാത്തലമുള്ളൊരു രാജ്യം പിന്നീട് അവരുടേതായ ഒരു നാഗരികത, ഒരു സംസ്കാരം അവിടെ വളർത്തിയെടുക്കുകയും ലോകത്തിലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായി അമേരിക്ക മാറി. അപ്പോൾ എന്തായാലും അമേരിക്ക അവിടെ ഈ പാശ്ചാത്യർ, സ്പെയിൻകാർ അമേരിക്കയിൽ എത്തിയതിൻ്റെ 400-ാം വർഷത്തോടനുബന്ധിച്ചാണ് ഈ സർവമത സമ്മേളനം നടന്നത് എന്നത് അർത്ഥവത്തായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കറിയാം, സ്വാമിജി അന്ന് ആ സർവമത സമ്മേളനത്തിൽ ലോകത്തിൽ നിലനിൽക്കുന്ന പ്രധാന മതങ്ങളുടെ എല്ലാം പ്രതിനിധികളുണ്ടായിരുന്നു. അവിടെ സ്വാമിജിയുടെ സാന്നിധ്യം, സ്വാമിജിയുടെ വാക്കുകൾ, സ്വാമിജി അവതരിപ്പിച്ച കാഴ്ചപ്പാടുകൾ, അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം, അദ്ദേഹം അവിടെ ഏതാണ്ട് സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള തീയതികളിൽ അദ്ദേഹം ഏതാണ്ട് 6 തവണ അവിടെ അഭിസംബോധന നടത്തിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 4000-ഓളം പ്രേക്ഷകരെ അവിടെ അണിനിരന്നിരുന്ന ആ ഹാളിൽ അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ആ വാക്കുകൾ തന്നെ അവരെ വിസ്മയഭരിതരാക്കി.
സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നുള്ള വാക്കുകൾ അതിൽ സാധാരണ ഒരു അനൗപചാരികമായിട്ടുള്ള അഭിസംബോധനയായിരുന്നു അത്. പക്ഷേ അതിൽ നിറഞ്ഞു നിന്ന ആത്മാർത്ഥത അതാണ് അവരെ വല്ലാതെ വിസ്മയിപ്പിച്ചത്. എഴുന്നേറ്റ് നിന്ന് ഈ 4000-ഓളം പേര് 2 മിനിറ്റ് നേരം കൈയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ആ സമ്മേളനം ആദ്യന്തം ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി, എല്ലാവരും കാത്തിരിക്കുക. പറയുന്നത് പിന്നീട് വരുന്ന പ്രസംഗങ്ങളിലൊക്കെ സ്വാമിയുടെ പ്രസംഗം അവസാനത്തേക്ക് വയ്ക്കും. കാരണം സ്വാമിയുടെ പ്രസംഗം കേട്ടേ ഓഡിയൻസ് പോവുകയുള്ളൂ. അവരതിനു വേണ്ടി എത്ര സമയം കാത്തിരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അപ്പം അത്തരത്തിൽ വിസ്മയിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന, ആകർഷകമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ, വാക്കുകൾ ഇതെല്ലാം അവരെ വളരെയേറെ ആകർഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ചില സന്ദേശങ്ങൾ ആ സമ്മേളന വേദിയിൽ നൽകുകയുണ്ടായി. അതിൽ ഒന്ന്, ഭാരതത്തിൻ്റെ പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഈ ബഹുമത പാരമ്പര്യത്തെക്കുറിച്ചാണ്. മതങ്ങളോട് പരസ്പരം സൗഹൃദത്തിൽ കഴിയുന്ന ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഭാരതം എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് എല്ലാ മതങ്ങളും സത്യമെന്ന് അംഗീകരിക്കുന്നു എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, യൂണിവേഴ്സൽ ടോളറൻസ് മാത്രമല്ല, യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ്, അതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മതാന്തര സൗഹൃദത്തിലൂടെ ലോക സമാധാനം, ലോകത്തിൻ്റെ ഐക്യവും സമരസതയും മതാന്തര സൗഹൃദത്തിലൂടെ സാധ്യമാവണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അവിടെ ഉറപ്പിച്ചു പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം അവിടെ വയ്ക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മതാഭിമാനം നല്ലതാണ്, പക്ഷേ സ്വമതഭ്രാന്ത് അത് ശരിയല്ല, ഫനാറ്റിസിസം അത് ആവശ്യമില്ല. അതുപോലെ അന്യമത വിദ്വേഷം, ഈ അന്യമത വിദ്വേഷവും സ്വമതഭ്രാന്തും ഇത് രണ്ടും മാനവരാശിക്ക് ഘാതകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് സ്വാമിജി അവിടെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ പലരും മതത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും മതങ്ങൾക്കിടയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മതസമാധാനവും മത ഐക്യവുമൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആധിപത്യവും മറ്റ് മതങ്ങളുടെ നാശവുമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് എന്ന് സ്വാമിജി പറഞ്ഞു. നമുക്കറിയാം, ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ഗുരുദേവൻ പറഞ്ഞല്ലോ, പൊരുതി ജയിക്കാൻ പറ്റില്ല എന്ന്. ആ സന്ദേശം ആദ്യമായി മുഴക്കിയത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ സർവമത സമ്മേളന വേദിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആവേണ്ട കാര്യമില്ല, ഹിന്ദു ക്രിസ്ത്യാനി ആവേണ്ട കാര്യമില്ല, ബുദ്ധമതക്കാരൻ മറ്റൊരു മതത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. മറിച്ച് ഓരോ മതങ്ങളുടെയും ഇതര മതങ്ങളുടെ സാരാംശം, അതിൻ്റെ തത്വം, അതിൻ്റെ സത്ത, അതിനെ നമ്മൾ സ്വാംശീകരിച്ച് പരസ്പര ധാരണയോടെ, അതേസമയം നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ
വിശ്വാസപരമായിട്ടായാലും സാംസ്കാരികമായ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മറ്റു മതങ്ങളിലെ സത്ത ഉൾക്കൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 133 വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. അതിന് ശേഷം ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ 45-കാരന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. വെള്ളയിൽ 4 ദിവസം മുൻപ് മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് പുറത്തെടുക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച് അവശനായി വീട്ടിലെത്തിയ അഷീം അടുത്ത ദിവസം മരിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിക്കുകയായിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട്ടെ 45-കാരന്റെ മരണത്തിൽ ഏതു തരത്തിലുള്ള ദുരൂഹതയാണ് നിലവിൽ ഉയരുന്നത്? രോഹിണി, കോഴിക്കോട് തോണിച്ചാൽ സ്വദേശി 45-കാരനായിട്ടുള്ള അഷീമിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബം ദുരൂഹത ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. 4 ദിവസം മുമ്പാണ് അഷീം ഈ കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ച് അതിനുശേഷം വീട്ടിലെത്തിയ അഷീം അവശ നിലയിലായിരുന്നു എന്നും പിന്നീട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അഷീമിനെ എത്തിക്കുകയും ചെയ്തു എന്നുമാണ് കുടുംബം പറയുന്നത്. ആ സമയത്ത് അഷീം മരണപ്പെടുകയും ചെയ്തു. ഈ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണെങ്കിൽ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. പിന്നീടാണ് കുടുംബത്തിന് ഈ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്കൊരു സംശയമുണ്ടായത്. ഈ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ബന്ധുക്കളടക്കം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഇവർ പരാതി നൽകുകയും ചെയ്തു പോലീസിൽ. ഇതിനെ തുടർന്നാണ് ഇന്ന് അല്പസമയത്തിനകം ഏകദേശം 9 മണിക്ക് ശേഷം ഈ കോഴിക്കോട് ഈ വെള്ളയിൽ ഉള്ള സ്ഥലത്ത് വെച്ച് ഈ ഖബർസ്ഥാൻ കുഴിയിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് ഈ ബന്ധപ്പെട്ട പോലീസ് അധികൃതർ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ ആരംഭിക്കും. രോഹിണി, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ നിബിൻ ശ്രീനിവാസനാണ് നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നടത്തറയിലെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ മണ്ണുത്തി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വൻ അഴിമതിയെന്ന് നിബിൻ. നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്ത് CPMന്റെ നേതൃത്വത്തിൽ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഈ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ 7 സഹകരണ സ്ഥാപനങ്ങൾ വലിയ അഴിമതി നേരിടുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 7 സഹകരണ സ്ഥാപനങ്ങളും വലിയ അഴിമതി നടക്കുന്നു. ആ അഴിമതിയെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു തന്നെ CPM ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇത് കേവലമായിട്ടുള്ള ഒരു പഞ്ചായത്തിനകത്തെ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിനുണ്ടാകുന്ന അഴിമതിയല്ല. നമ്മളിപ്പോൾ നിരവധിയായിട്ടുള്ള അഴിമതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അഴിമതികൾ നമ്മളിപ്പോൾ ദിനം പ്രതി ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിനകത്ത് CPMന്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ CPM കൈകാര്യം ചെയ്യുന്ന 8ഓളം വരുന്ന സഹകരണ സ്ഥാപനത്തിൽ 7 സഹകരണ സംഘങ്ങളും അഴിമതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വലക്കാവിനകത്ത് പ്രവർത്തിക്കുന്ന നടത്തറ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം ഇതിപ്പോൾ 68 എൻക്വയറി നേരിടുന്ന സംഘമാണ്. ഇപ്പോൾ 66 ആയിരുന്നു, അതിന് ശേഷം 68 എൻക്വയറി നേരിടുന്നു. ഈ 68 എൻക്വയറി നേരിടുന്ന സഹകരണ സ്ഥാപനത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 48 ലക്ഷം, 38 ലക്ഷം, 35 ലക്ഷം, 12 ലക്ഷം, 14 ലക്ഷം തുടങ്ങി നിരവധിയായിട്ടുള്ള ഒരു വലിയ സബ് ചാർജ് ഇങ്ങനെ വന്നേക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ് തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വ്യക്തമാക്കുന്നത്? രോഹിണി, എന്തായാലും ഈ നടത്തറയിൽ നടക്കുന്ന അഴിമതികളുടെ സഹകരണ ബാങ്കുമായി കേന്ദ്രീകരിച്ച് നടത്തറ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന നിബിൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് നടത്തറ പഞ്ചായത്തിൽ 8 സഹകരണ സ്ഥാപനങ്ങളാണുള്ളത്. ആ 8 സഹകരണ സ്ഥാപനങ്ങളിൽ 7ഇടത്തും വലിയ അഴിമതിയാണ് നടക്കുന്നത്. CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി നടക്കുന്നു. അതിൽ നടത്തറ പഞ്ചായത്തിലെ കാർഷികേതര
ബാങ്കിൽ മാത്രം 12 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ CPM ഭരണത്തിലുള്ളവർ അല്ലെ CPMന്റെ അനുഭാവികൾ ഭരിക്കുന്ന നടത്തറ കാർഷികേതര ബാങ്കിൽ മാത്രം 12 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണം അവിടെ പണയം വെക്കുന്നു. ആ സ്വർണം മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് ഒരു സഹകാരി അല്ലെ ഒരു സാധാരണക്കാരൻ ഒരു സ്വർണം കൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കുമ്പോൾ അത് അവിടെ സ്വീകരിച്ചതിന് ശേഷം അത് കൂടിയ തുകയ്ക്ക് മറ്റ് ബാങ്കുകളിൽ അല്ലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ കൊണ്ട് പണയം വെച്ച് കാശെടുക്കുന്നു എന്നാണ് നിബിൻ്റെ വെളിപ്പെടുത്തൽ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം വെളുപ്പിക്കാനും ഇവർ ഈ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ള അയ്യപ്പൻകാവ് കാർഷികേതര തൊഴിലാളി സംഘം, അതേപോലെ തന്നെ കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘം, ഇവിടങ്ങളിലെല്ലാം വലിയ അഴിമതിയാണ് നടക്കുന്നത്. കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘത്തിൽ മണ്ണൂത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയത് 4 കോടി രൂപയുടെ അഴിമതിയാണ്. ഈ 4 കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നടത്തറ പഞ്ചായത്തിലെ കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിൽ 68 എൻക്വയറി നടക്കുകയാണ്. അവിടുത്തെ മുൻ പ്രസിഡന്റുമാർക്കും അതേപോലെ തന്നെ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ 48 ലക്ഷം മുതൽ താഴോട്ട് പല തരത്തിലുള്ള സർചാർജ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സർവത്ര അഴിമതിയാണെന്നാണ് DYFI നേതാവിന്റെ വെളിപ്പെടുത്തൽ. ഒപ്പം തന്നെ ഈ സഹകരണ ബാങ്കിൽ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതോടെ ഇദ്ദേഹത്തെ DYFIയിൽ നിന്നും ഒപ്പം തന്നെ CPMൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള പ്രശസ്തമായ പൈ അവാർഡ് 2025 സ്വന്തമാക്കി UK ആസ്ഥാനമായ ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഏറെ മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസ രംഗത്ത് പൊതു സ്വകാര്യ പങ്കാളിത്ത വിഭാഗത്തിലാണ് ISDC അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, പങ്കാളിത്തം, രാജ്യാന്തര വിദ്യാഭ്യാസത്തിലെ സ്വാധീനം എന്നിവയിലെ മികവിനാണ് പൈ അവാർഡ് നൽകുന്നത്. ഫൈനലിൽ പ്രശസ്തമായ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് ISDC അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് ISIC സഹസ്ഥാപകൻ ടോം ജോസ് പറഞ്ഞു. പൈ അവാർഡ്സ് എന്ന് പറയുന്ന വേൾഡിലെ ഇന്നൊവേഷനും അതുപോലെ തന്നെ റീച്ചിനും ഇമ്പാക്റ്റിനുമൊക്കെ ഏറ്റവും കൂടുതൽ ബേസ് ചെയ്ത് കൊടുക്കുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ആ പൈ അവാർഡ്സിൽ പല കാറ്റഗറി ഉണ്ട്. അതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.